അടിക്കും. കല്യാശ്ശേരിയിൽ നിന്ന് തന്നെ ഞങ്ങൾ തുടങ്ങും. യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഈ കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള സ്ഥാനം വലിച്ചെറിഞ്ഞ് സന്യാസത്തിന് സതീശൻ പത്രസമ്മേളനം നടത്തി എണ്ണി തിരിച്ചടിക്കാൻ പുറപ്പെടുമ്പോൾ സതീശ എണ്ണി കണക്ക് തീർക്കാൻ മറുഭാഗം ഉണ്ടാകും നോക്കിക്കോ. അഹങ്കാരത്തിനും ധിക്കാരത്തിനും ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് ഇരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് ആലോചിച്ച് പ്രഖ്യാപനം നടത്താം. നിങ്ങൾ അടിക്കാൻ വരുമ്പോൾ എല്ലാവരും പുറം കാണിച്ചു തരുമെന്ന് ധരിക്കണ്ട. അതുകൊണ്ട് ആ പ്രഖ്യാപനം തന്നെ ഞാനിവിടെ പറഞ്ഞതുപോലെ സംഘർഷവും സംഘടനവും ഉണ്ടാക്കാനാണ്. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഡിവൈഎഫ്ഐയുടെ പൂച്ചട്ടി കൊണ്ട് തലക്കടിച്ചുള്ള രക്ഷാപ്രവർത്തനവും ഗൺമാന്റെ ലാത്തിപ്രയോഗവും കാണാത്ത മുഖ്യമന്ത്രി ഇന്ന് യൂത്ത് കോൺഗ്രസ് തലസ്ഥാനത്ത് നടത്തിയ അഴിഞ്ഞാട്ടം കണ്ടു കാണുമോ? അക്രമം ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിക്ക് അക്രമത്തിലൂടെ മറുപടി നൽകുന്നത് നാടിന് നല്ലതല്ല. പക്ഷേ സതീശൻ പറഞ്ഞതുപോലെ നവകേരള ബസിന് നേരെ ഒരു കടലാസ് പോലും എറിയരുതെന്ന സമരരീതി കോൺഗ്രസിന് മാറ്റേണ്ടി വന്നത് മുഖ്യമന്ത്രിയുടെ ഞാനൊന്നും കണ്ടില്ല നിലപാടല്ലേ? സംയമനം പാലിച്ച പോലീസിന് പോലും അവസാനം നിയന്ത്രണം നഷ്ടമായ തലസ്ഥാനത്തെ തെരുവ് യുദ്ധം VD സതീശന്റെ കലാപാഹ്വാനമെങ്കിൽ പുറം കാട്ടിക്കൊടുക്കുന്നവരല്ല മറുഭാഗത്തെന്ന EP ജയരാജന്റെ മറുപടി കൂടി കേട്ടാൽ നവകേരളം പോകുന്നത് മറ്റൊരു തെരുവ് യുദ്ധത്തിലേക്കോ എന്ന ആശങ്ക ഉയരുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു നവകേരളത്തിൽ അടിതട. പ്രൈം ഡിബേറ്റിൽ ഇന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രീ ജിൻഷാദ് ജിന്നാസ്, CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്ഗർ, പോപ്പുലർ ചാനലിന്റെ പ്രതിനിധി ശ്രീ MK ഹരിദാസ്, BJP നേതാവ് ശ്രീ പ്രിന്റു മഹാദേവ് എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ ജിൻഷാദ് ജിന്നാസ്, ഇന്ന് തുടക്കത്തിൽ തന്നെ തലസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് അത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് നയിച്ചത്. അങ്ങനെ നടക്കാറില്ല. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിന് പ്രതിപക്ഷ നേതാവ് നേരിട്ട് വന്ന് നേതൃത്വം വഹിക്കാറില്ല. ആ വരുന്ന വഴിക്ക് തന്നെ ഫ്ലെക്സ് ബോർഡുകൾ കീറി നവകേരള സദസ്സിന്റെ ഫ്ലെക്സ് ബോർഡുകൾ കീറി എറിയുകയായിരുന്നു. അപ്പോൾ പ്രതിപക്ഷ നേതാവ് തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നോ അക്രമം സാധ്യമാണ് ഇവിടെയെന്ന്? ശ്രീ മഞ്ജുഷേ, ഞാൻ ആദ്യമായിട്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ നവകേരള സദസ്സ് കാസർഗോഡ് മുതൽ ഇന്നിപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ അതിർത്തി പ്രദേശം കടക്കുമ്പോൾ സമാനതകളില്ലാത്ത വേട്ടയാടലും ക്രൂരമായ അക്രമങ്ങൾക്കും വിധേയരാകപ്പെട്ട ആളുകളാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസും KSUവും. അത് ഒരു ഭാഗത്ത് ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ, ഒരു ഭാഗത്ത് SFIയുടെ ഗുണ്ടകൾ, മറുഭാഗത്ത് പോലീസും നിയമം ലംഘിച്ചുകൊണ്ടും ചട്ടം ലംഘിച്ചുകൊണ്ടും പോലീസിൻ്റെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഗൺമാൻമാർ ഉൾപ്പെടെയുള്ളവർ ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ കൈകാലുകൾ തല്ലിയോടിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ മണ്ടയടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്, കണ്ണിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. മഞ്ജുഷ്, ഒരു കാര്യം മഞ്ജുഷ് എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷമായി മാധ്യമപ്രവർത്തനം നടത്തുന്നു. എവിടെയെങ്കിലും മഞ്ജുഷ് കേട്ടിട്ടുണ്ടോ സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ സുരക്ഷ നൽകേണ്ട ഗതികെട്ട കേരളമായി മാറിയിരിക്കുകയാണ്? എന്തുകൊണ്ടാണ് മഞ്ജുഷേ?
ഞാൻ പറഞ്ഞ പോയിന്റ് മഞ്ജുഷി ശ്രദ്ധിച്ച് കേൾക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ചർച്ച ചെയ്ത വിഷയമാണ്. ഗൺമാനെതിരെ ഒരു നടപടിയില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി ഗൺമാനെ ന്യായീകരിക്കുകയും ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയായിരുന്നു. ഞാൻ ചോദിച്ചത്, പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശം നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടിയിരുന്നോ? ഇവിടെ അക്രമമാണ് നമ്മുടെ ലക്ഷ്യം, അക്രമത്തിലൂടെയേ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകാൻ കഴിയുകയുള്ളൂ എന്ന്. മഞ്ജുഷ, ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ കൊടുക്കേണ്ട ഗതികെട്ട കേരളത്തിലാണ് നമ്മൾ. പിന്നെ മഞ്ജുഷ ചോദിച്ച ചോദ്യം, ഞാൻ അതിന് പ്രതിപക്ഷ നേതാവ് അങ്ങനെ അക്രമമൊന്നും നടത്താൻ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല എന്ന് മഞ്ജുഷിന് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ അദ്ദേഹം ഇന്ന് ഈ ജാഥയിൽ മുഴുനീളം പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ഈ സമരം ഉദ്ഘാടനം ചെയ്തപ്പോൾ അദ്ദേഹം ക്ലിയർ കട്ടായി പറഞ്ഞിട്ടുണ്ട്, ഈ ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിക്കുമ്പോൾ ഒരു പേപ്പറിൻ്റെ ബോൾ കൊണ്ട് പോലും ഇവരെ ആരെയും നമ്മൾ ആക്രമിക്കരുത്, എറിയരുത് എന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ സമരത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഡിവൈഎഫ്ഐയുടെയും CPM-ൻ്റെയും ഗുണ്ടകൾക്കെതിരെ പോലീസും സർക്കാരും കൃത്യമായി നിയമ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ ഞങ്ങൾ മുട്ടിന് അടിക്കും, ഞങ്ങൾക്ക് ലഭിച്ചതെല്ലാം തിരികെ അടിക്കുമെന്നത് കൂടിയാണ് ക്ലിയർ കട്ടായി അടിവരയിട്ട് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. പിന്നെ മഞ്ജുഷ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ, ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ പൂർവികൻ എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി മാത്രമല്ല മഞ്ജുഷേ, ഞങ്ങൾക്ക് സർദാർ വല്ലഭായ് പട്ടേലും അതുപോലെ സുഭാഷ് ചന്ദ്രബോസും ബാൽ ഗംഗാധർ തിലകും ഉൾപ്പെടെയുള്ള ഒട്ടനവധി നേതാക്കന്മാർ ഇന്റർനാഷണൽ കോൺഗ്രസിനും ഞങ്ങളുടെ നേതാക്കന്മാരായി, ഞങ്ങളുടെ പൂർവികരായി ഈ രാജ്യത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇന്ന് തിരുവനന്തപുരത്ത് കണ്ടത് എന്നതാണ് മഞ്ജുഷനോട് എനിക്ക് വളരെ വിനയത്തോടെ പറയാനുള്ളത്. ശരി, അഡ്വക്കേറ്റ് BN ഹസ്കർ ഇത് ചോദിച്ചു വാങ്ങിയതാണല്ലോ. മുഖ്യമന്ത്രി ഞാനൊന്നും കണ്ടില്ല എന്ന പല്ലവി ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് തലസ്ഥാനത്ത് തെരുവ് യുദ്ധം നടത്തിയത്. ആ തെരുവ് യുദ്ധത്തെ ന്യായീകരിക്കുകയല്ല. നവകേരള സദസ്സിന് നേരെ കരിങ്കൊടി പ്രതിഷേധത്തിനപ്പുറം ബാക്കി ഒന്നും ഇവിടെ നടന്നിട്ടില്ല. പക്ഷേ അതിനെ അടിച്ചമർത്തുന്ന രീതിയാണ് കണ്ടത്. അത് ജനാധിപത്യപരമായ ഒരു സമരമാണ് എന്നുള്ള കാര്യം CPM-ന് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എന്നിട്ടും 2ഉം 3ഉം ആളുകൾ ചേർന്ന് കരിങ്കൊടി കാണിക്കുമ്പോൾ അതിനെ ഗൺമാനെ പോലും ഉപയോഗിച്ച് DYFI-കാർ ചെടിച്ചട്ടി കൊണ്ട് തലയടിച്ച് പൊട്ടിക്കുന്നു. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ആദ്യമായാണ് ഈ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായത്. അപ്പോൾ ചോദിച്ചു വാങ്ങി ഒന്നായി പോയില്ലേ ഈ ക്രമസമാധാന പ്രശ്നം? മഞ്ജുഷേ, ഈ നവകേരള സദസ്സ് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ദിവസം മുതൽ കേരളത്തിലെ UDF പ്രതീക്ഷിച്ചിരുന്നത് ഇത്ര വലിയ ജനപിന്തുണ നവകേരള സദസ്സിന് ലഭിക്കും എന്ന് അവർ സ്വപ്നേവി പോലും വിചാരിച്ചിരുന്നില്ല. UDF-നുള്ളിൽ തന്നെ ഇന്നിപ്പോ നവകേരള സദസ്സിൽ പങ്കെടുക്കാതിരുന്ന പ്രതിപക്ഷ MLA-മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന വലിയൊരു അവസരം നഷ്ടപ്പെട്ടു എന്ന് ഘടകകക്ഷികളിലും കോൺഗ്രസിനുള്ളിൽ പോലും അഭിപ്രായമുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം. കോൺഗ്രസ് ഒരു കാലഘട്ടത്തിലും നിലപാടുകളിൽ ഏക സ്വഭാവം എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നിർഭാഗ്യകരമായി ആ സന്ദർഭം കൂടി ഞാനിപ്പോൾ ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിലെ RSSന്റെ മനസ്സാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റിന് ഉള്ളത് എന്നുകൂടി അങ്ങ് ഓർക്കണം. കേരളത്തിൽ ഗവർണർ നടത്തുന്ന സർവകലാശാലയുടെ കാവ്യവൽക്കരണത്തിന് പച്ചക്കൊടി നാട്ടുന്ന KPCC പ്രസിഡന്റ് K. സുധാകരനുള്ള ഒരു സ്ഥാപനത്തിന്റെ അവരിൽ നിന്ന് ഇതിനപ്പുറം ഞങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പ്രതിപക്ഷ സംഘടന എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസിനും അതുപോലെ KSUവിനും കേരളത്തിൽ സമരം നടത്തുന്നതിനുള്ള അവകാശമുണ്ട്. അത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം കൂടിയാണ്. പ്രതിപക്ഷ പാർട്ടികൾ വിരൽ ചൂണ്ടുമ്പോൾ മാത്രമാണ് ഏതൊരു ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പിശകുകളും തെറ്റുകളും തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ. അങ്ങനെയാണ് എപ്പോഴും ഒരു ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടുള്ളത്. കാരണം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റുകൾ തിരുത്തുന്നതിനുള്ള ആർജവം ഇടതുപക്ഷത്തിനുണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും ആയിരക്കണക്കിന് പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പ്രതിഷേധ മാർച്ച് നടന്നു. അതിന് പകരം ചില ഗറില്ല വാർഫെയർ ചെയ്യുന്നത് പോലെ പതിയിരുന്ന് വാഹന വ്യൂഹത്തിന് നേരെ എടുത്തു ചാടുകയല്ല വേണ്ടി. ഇത് നിങ്ങളുടെ പതിവ് പല്ലവിയാണ് അഡ്വക്കേറ്റ് BN ഹസ്കർ. അതൊരു ഗറില്ല വാർഫെയർ ഒന്നും ആയിരുന്നില്ല. ഒരു 4 പേർ ചേർന്ന് കരിങ്കൊടി കാണിക്കുന്നത് ഗറില്ല യുദ്ധമാണെന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ആ കരിങ്കൊടിക്കാരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്? അങ്ങനെയൊന്നും ആയിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാമായിരുന്നു. നിങ്ങളുടെ അത്രയും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പറ്റില്ല എങ്കിൽ പോലും കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഒക്കെ നവകേരള ബസ് തടയുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകാമായിരുന്നു. നവകേരള സദസ്സിലേക്ക് ഒരു പ്രകടനമോ ഒരു പ്രതിഷേധമോ ഒന്നും ഉണ്ടായില്ല. കോൺഗ്രസ് അങ്ങനെ ആഹ്വാനം ചെയ്തിട്ടില്ലായിരുന്നു, UDF-ഉം ആഹ്വാനം ചെയ്തിട്ടില്ലായിരുന്നു. ഇന്ന് സതീശൻ അവിടെ പറയുകയാണ്. സതീശൻ പറയുന്നു ഒരു കടലാസ് പോലും
നവകേരള ബസ്സിലേക്ക് എറിയരുത് എന്നുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു എന്ന്. അങ്ങനെ തന്നെ ആയിരുന്നുവല്ലോ. ഏറ്റവും ഒടുവിൽ ഒരു അടിതട കണ്ടത് തന്നെ കൊല്ലത്ത് വന്നപ്പോഴാണ്. അതിന് അദ്ദേഹം ന്യായീകരണം പറയുന്നുണ്ട്, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന്. കാരണം അതുവരെ വഴി നീളെ അടിമേടിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും. കൊല്ലത്ത് വന്നപ്പോൾ തിരിച്ചടിച്ചു. അത് തിരുവനന്തപുരത്ത് കണ്ടു. ഇന്ന് അതിശക്തമായ ഒരു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിലൂടെ. ഞാൻ ആദ്യം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. നിങ്ങളിത് ചോദിച്ചു വാങ്ങിയതാണ്. ഇവിടെ പ്രതിപക്ഷം നിർജീവമാണ് എന്നുള്ള ഒരു പ്രചാരണമുണ്ട്. അത് ശരിയുമാണ് ഒരു ഭാഗം പറയുകയാണെങ്കിൽ. ആ പ്രതിപക്ഷത്തെ ഒന്ന് ശക്തിപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസ് നിർജീവമായിരുന്നു ഇവിടെ. ഈ ID കാർഡ് വിവാദമൊക്കെ ഉണ്ടായി ആകെ തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു യൂത്ത് കോൺഗ്രസ്. അവർക്കും ശക്തി കാണിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. ഇനിയെങ്കിലും എന്തിനാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്? ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന്. അങ്ങനെയൊന്നും ഇല്ലല്ലോ. ജനങ്ങൾ മുഴുവൻ കണ്ടതാണ് ഗൺമാൻ മർദ്ദിക്കുന്നത്. എന്നിട്ട് ഇപ്പോഴും മുഖ്യമന്ത്രി അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് സതീശൻ ഇന്നൊരു മറുപടി കൊടുത്തത്. പിങ്ക് പോലീസിനെ യൂത്ത് കോൺഗ്രസ്സുകാർ ആക്രമിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. വളരെ നിസ്സാരമാണല്ലോ. അങ്ങനെ പറഞ്ഞാൽ മതി, ഞാനൊന്നും കണ്ടിട്ടില്ല. അങ്ങനല്ല മഞ്ജുഷേ. കാരണം ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള പ്രതിഷേധ മാർച്ച്, ആ മാർച്ചിൽ നടത്തിയിട്ടുള്ള പ്രകടനങ്ങൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ നമ്മളിന്ന് ഉച്ച മുതൽ കാണുന്നതാണല്ലോ. കേരളത്തിലെ മുഴുവൻ പൊതുസമൂഹവും അത് കണ്ടതാണ്. എന്തായിരുന്നു അവരവിടെ കാണിച്ചു? പോലീസ് എത്രത്തോളം സംയമനം പാലിക്കാമോ അത്രത്തോളം സംയമനം പാലിച്ച ഒരു സമരമാർഗ്ഗമില്ല. അപ്പൊ ഇപ്പൊ യൂത്ത് കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെ ജിൻസിലും ഒക്കെ ഇപ്പൊ അവകാശപ്പെടുന്നത് എന്താ? ഞങ്ങളെ കാസർഗോഡ് മുതൽ കൊല്ലം വരെ ഞങ്ങളെ തല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ തല്ലി തല പൊട്ടിക്കുന്നു, ഞങ്ങൾക്ക് അംഗവൈകല്യം ഉണ്ടാകുന്നു. നിങ്ങളുടെ ഭരണകാലത്ത് UDF ഭരിച്ചിരുന്ന ഓരോ ഘട്ടത്തിലും കേരളത്തിലെ വിദ്യാർത്ഥി സമരങ്ങളെ, യുവജന സമരങ്ങളെ നേരിട്ട രീതി എന്തായിരുന്നു എന്ന് അറിയാമോ? ഇന്ന് കേരള നിയമസഭയിൽ ഞങ്ങളുടെ ഏത് ഗുണ്ടകളെ നിങ്ങൾ ആക്രമിച്ചത് ഒന്ന് പറഞ്ഞേ. നിങ്ങൾ സമരം ചെയ്യുമ്പോ ഉമ്മൻചാണ്ടിയുടെ നെഞ്ചത്ത് കല്ലെറിഞ്ഞ് കൊല്ലാൻ നോക്കിയ ഞങ്ങൾ എപ്പോഴെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചേരിയ ഞാൻ പറയുന്നത്. കേരളത്തിലെ നിയമസഭാ സാമാജികരിൽ, ഇടതുപക്ഷ നിയമസഭാ സാമാജികരിൽ 90% ഇത്തരം മർദ്ദനത്തിന് വിധേയമായിട്ടുള്ള ആളുകളാണ്. മാത്രമല്ല ഇപ്പോ കേരളത്തിലെ ഈ മന്ത്രിസഭയിൽ ഇരിക്കുന്ന മുഴുവൻ നേതാക്കന്മാരും മുഴുവൻ മന്ത്രിമാരും നിങ്ങളുടെ പോലീസിന്റെ തല്ലുകൊണ്ട് തല പൊട്ടിയിട്ടുള്ളതാണ്. ഇവിടെ പോലീസ് അല്ല സർ മർദ്ദിക്കുന്നത്. അഡ്വക്കേറ്റ് BN ഹസ്കർ, പോലീസ് അല്ലല്ലോ മർദ്ദിച്ചുകൊണ്ടിരുന്നത്. DYFIക്കാരെ ഗുണ്ടകളായിട്ട് ഉപയോഗിക്കുകയായിരുന്നു. അതാണ് കേരളം കഴിഞ്ഞ കുറച്ച് ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം. കല്യാശ്ശേരിയിൽ കണ്ടതാണ്, പെരുമ്പാവൂരിൽ കണ്ടതാണ്, ആലപ്പുഴയിൽ കണ്ടതാണ്. ആലപ്പുഴയിൽ വന്നപ്പോൾ ഒന്നുകൂടി സംഭവിച്ചു. ഗൺമാൻ നേരിട്ട് വന്ന് ഇത്തരത്തിലുള്ള ഒരു ലാത്തിയടിക്ക് നേതൃത്വം നൽകുകയാണ്. കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവമല്ലേ കേരളത്തിൽ? അല്ല, ഗൺമാൻ അടിച്ചതോ അതല്ലെങ്കിൽ DYFI പ്രവർത്തകർ അടിച്ചതോ എന്നുള്ളതൊരു വലിയ സംഭവമായി കാണേണ്ട കാര്യമില്ല. കാരണം DYFIയുടെ പ്രവർത്തകർ എന്തിനിങ്ങനെ 2-3 ആളുകൾ, ഞാൻ അതുകൊണ്ട് അവരോട് പറയുന്നത്, നിങ്ങൾ ഇനിയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ എടുത്തില്ലെങ്കിലും ആയിരക്കണക്കിന് പ്രവർത്തകരുമായി ആ സദസ്സിലേക്ക് നിങ്ങൾ സമരം നടത്തും. നിങ്ങളുടെ പ്രതിഷേധം അങ്ങനെയാവണം. മറിച്ച് 3-4 ചെറുപ്പക്കാരെ പറഞ്ഞു പ്രതീകാത്മക സമരം നടത്താൻ പോലും കേരളത്തിൽ സ്ഥാനമില്ലേ? കേരളത്തിൽ പറ്റില്ല എന്നാണോ അഡ്വക്കേറ്റ് BN ഹസ്കർ? അതൊരു പ്രതീകാത്മക സമരമാണ്. അതിൻ്റെതായ മെറിറ്റിൽ കാണൂ. അത് കാണാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഹാലിളകുന്നത്. അതുകൊണ്ടാണ് അവരെ ഗൺമാനെ കൊണ്ട് അടിച്ചമർത്തുവാനൊക്കെ തോന്നുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ MK ഹരിദാസ്, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് അടി കൊണ്ടവർക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല എന്ന്. അടി കൊണ്ടത് യൂത്ത് കോൺഗ്രസും KSUമാണ്. അവരെ നയിക്കുന്നത് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല ഇവർക്കൊക്കെ, KPCC പ്രസിഡന്റിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ കോൺഗ്രസിനെ കളിയാക്കിയതാണ്. ഇന്നവർ തെരുവിലിറങ്ങിയിട്ടുണ്ട് എങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട ഈ കളിയാക്കലുകൾക്കുള്ള ഒരു മറുപടി എന്ന രീതിയിലായി പോയിട്ടുണ്ടല്ലോ. തെരുവ് യുദ്ധത്തെ ന്യായീകരിക്കുകയല്ല. അത് ചെയ്യാൻ പാടില്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ ഇന്ന് തലസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ്സുകാർ ചെയ്തു. പോലീസിനെ അങ്ങോട്ട് ചെന്ന് ആക്രമിച്ചു. പോലീസാണെങ്കിൽ സംയമനം പാലിച്ചതാണ്. ഷീൽഡ് അടിച്ചു പൊട്ടിച്ചു, മുഖത്തടിച്ചു, പിങ്ക് പോലീസിന്റെ വാഹനം ആക്രമിച്ചു. ഇങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായി. പോലീസ് ഏറ്റവും ഒടുവിൽ സംയമനത്തിന് ശേഷമാണ് തിരിച്ചടിച്ചത്. അവിടെ വനിതാ പ്രവർത്തകർക്ക് പോലും പരിക്കേൽക്കുകയുണ്ടായി. അവർക്ക് നേരെ അവരുടെ വസ്ത്രം വലിച്ചു കീറുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായി. പരസ്പരം പിന്നീട് തെരുവ് യുദ്ധം തന്നെയായിരുന്നു. നടക്കാൻ പാടില്ലാത്തതാണ് നടന്നത്. പക്ഷേ ഇത് ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നുവല്ലോ. യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ഇറങ്ങുകയും ഉണ്ടായിരുന്നില്ല. അവരത്ര ശക്തരുമായിരുന്നില്ല. പക്ഷേ ഞാനൊന്നും കണ്ടില്ല എന്നുള്ള ആ ഒരു നിലപാട് അതല്ലേ ഇതിലേക്കൊക്കെ നയിച്ചത്? ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പോട് കൂടിയിട്ടുള്ളൊരു നിലപാട് തന്നെയാണ് ഈ കേരളം ഇന്നിപ്പോൾ ഈ തിരുവനന്തപുരത്ത് കണ്ട ഈ സമരകാഹളത്തിലേക്ക് എത്തിച്ചുവെങ്കിൽ അത് ഈ മുഖ്യമന്ത്രിയുടെ അങ്ങേയറ്റം
നമ്മൾ പറയില്ലേ, ഒരു മുഖ്യമന്ത്രിയും കാണിക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള വിവേചനപരമായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ടായത് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് അതിനു മുമ്പ് ഈ ശ്രീ അസ്കറിനോടൊരു മറുപടി പറയാൻ വേണ്ടിയിട്ട്, നിലപാടുകളിൽ ഏക സ്വഭാവം എടുക്കാത്തവരാണ് കോൺഗ്രസ്. താങ്കൾ ഇപ്പോൾ ഈ പ്രതിദാനം ചെയ്ത് സംസാരിക്കുന്ന പാർട്ടി ഈ നിലപാടുകളിൽ ഏക സ്വഭാവം എടുത്തുകൊണ്ടാണോ മാണിയുടെ മകനെയും മാണിയെയും കള്ള എന്ന് വിളിച്ചതിന് ശേഷം ഇപ്പോൾ ഈ നിങ്ങളുടെ ഇടതു മുന്നണിയിലേക്ക് ചേക്കേറാൻ അനുവാദം കൊടുത്തിരിക്കുന്നത്? എന്തോ ആണ് അസ്കർ. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 10 ഉദാഹരണം പറയാം. നിലപാടുകളിൽ എന്നാണ് ഇടതുപക്ഷത്തിന് നിലപാടുകളിൽ ഭരണമാണ് മുഖ്യം എന്ന നിലയ്ക്ക് നിലപാടുകളോടൊക്കെ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ട് CPM മാറിയിട്ട് വർഷങ്ങൾ എത്രയായി? താങ്കൾ ഈ വിചാരിക്കേണ്ട ഞാൻ കോൺഗ്രസ്സുകാരനാണോ BJP കാരനാണോ. ഞാനൊരു മാർക്സിസ്റ്റുകാരനായിരുന്നു. ഹിന്ദിയിൽ ഇംഗ്ലീഷിൽ ബോസ്. ഇപ്പോൾ മാറിയിട്ട് മറ്റൊരിടത്തേക്കും പോവാതെ നിന്നിട്ട് ഈ പാർട്ടി ചെയ്യണ കാര്യങ്ങൾ നോക്കി കണ്ടിട്ട് ആ പാർട്ടിയെ തിരുത്താൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? താങ്കളെ പോലുള്ളവർ ഇങ്ങനെ ന്യായീകരിക്കാൻ വരുന്നത് കൊണ്ടാണ്. ഈ മഞ്ജുഷ്, ഇന്നത്തെ വിഷയത്തിൽ ഇന്ന് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ചേർന്നിട്ട് കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് ശ്രീ VD സതീശനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും ചെയ്തിട്ടുള്ള സമരം ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് അത് ഇപ്പോൾ കൊല്ലം ജില്ല കഴിയുമ്പോഴുണ്ടായിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സുകാർക്കും ഏറ്റ ശാരീരിക മർദ്ദനത്തിന്റെയും ഒരു വികലാംഗനയടക്കം ക്രൂരമായി മർദ്ദിക്കാൻ കാണിച്ച ശുഷ്കാന്തിയുടെയും പേരിലാണെങ്കിൽ അത് അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്. എനിക്ക് ആ ഉപമയാണ് വരുന്നത്. അളമുട്ടിയാൽ ഈ ചേരയുടെ പൊത്തിലും കുറെ നേരിട്ട് കുത്തി കഴിഞ്ഞാൽ ആ ചേരയും കടിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് ഈ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പരിവാരങ്ങളും മുഖ്യമന്ത്രിയുടെ ഉപജാപക വൃന്ദവും കൊണ്ടിട്ട് ഈ പ്രശ്നത്തെ എത്തിച്ചിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ 2.5 വർഷമായി നടക്കുന്ന ധൂർത്തും കെടികാര്യസ്ഥതയും അതുപോലെ തന്നെ അഴിമതിയും സ്വജനപക്ഷപാതവും നിറഞ്ഞ ഒരു ഭരണത്തിനെതിരെയാണ് ഇപ്പോൾ ഈ നടക്കുന്ന സമരത്തെ കാണുന്നതെങ്കിൽ അത് അങ്ങേയറ്റം വൈകിപ്പോയി. അതിന്റെ രീതി ഇങ്ങനെയൊന്നും അല്ല വേണ്ടത്. അതേസമയത്ത് ഇന്ന് തിരുവനന്തപുരത്ത് പൊതുമുതൽ നശിപ്പിച്ചുവെങ്കിൽ അത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. നിയമസഭയിൽ ശിവൻകുട്ടി സംഹാരതാണ്ഡവം ആടിക്കൊണ്ട് പൊതുമുതൽ നശിപ്പിച്ച കേസിൽ കക്ഷി ചേരാൻ വേണ്ടിയിട്ട് പോയ രമേശ് ചെന്നിത്തലയുള്ള ഒരു പാർട്ടി ഇന്ന് ഒരു പൊതുമുതൽ നശിപ്പിക്കാതെ തന്നെ ഈ പ്രശ്നത്തിൽ ശക്തമായ സമരം നൽകിയിട്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നവകേരള യാത്രയ്ക്ക് ഒരു വാണിംഗ് നൽകേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ഷമ വേണം. ആ ക്ഷമയില്ലാതെ പോയതാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യം. ഇനിയും വഴിനീളെ അടിമേടിച്ചാൽ ഈ സംഘടന തന്നെ ഇല്ലാതാവുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് താങ്കൾ പറഞ്ഞതുപോലെ ആ പ്രയോഗം തന്നെ ഞാനും പറയുകയാണ്, നിർബന്ധിതരാവുകയായിരുന്നു. ഞാൻ പൊതുമുതൽ നശിപ്പിക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. അവരവിടെ ചെയ്ത സമരപ്രയോഗങ്ങൾക്കോ അവരെതിർ പാർട്ടിയുടെ ബാനർ കത്തിച്ചിട്ടുള്ളതോ ശ്രീ അസ്കർ, ഇതിപ്പോ UDF ഭരിക്കുമ്പോൾ UDF ഇതുമാതിരി ഒരു നവകേരള യാത്ര നടത്തുക എന്ന് വിചാരിക്കുക. എവിടെക്കെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ചുരുങ്ങിയത് ഹൈക്കോടതിയുടെ എല്ലാ നിയന്ത്രണങ്ങളും ഉണ്ടെങ്കിൽ തന്നെ എത്ര ഹർത്താൽ കഴിഞ്ഞിട്ടുണ്ടാവും, എത്ര പൊതുമുതൽ കത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഈ കേരളത്തിന്റെ പൊതുമുതൽ കത്തിച്ചതിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ അതിലെ അങ്ങപ്പ പ്രതിദാനം ചെയ്യുന്ന ഈ SFIയും DYFIയുടെയും പങ്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റുമോ ശ്രീ അസ്കർ? അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇടതുപക്ഷം നൽകുന്ന ഒരു വിശദീകരണമുണ്ട്. ജനസമ്പർക്കം അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയപ്പോൾ ഒരു പ്രതിഷേധം പോലും അതിന് നേരെ ഞങ്ങളാരും നടത്തിയിട്ടില്ല എന്ന്. ഈ നവകേരള സദസ്സിന് നേരെ എന്തിനീ പ്രതിഷേധവുമായി വരുന്നു എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. എനിക്ക് ആ വ്യക്തിയുടെ മുഴുവൻ ഇനീഷ്യൽ എനിക്ക് ഓർമ്മയില്ല. BOT നസീറ കല്ലെറിഞ്ഞത് ഏത് പാർട്ടിയിൽ നിൽക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തെ കല്ലെറിഞ്ഞിട്ട്? അവിടെയല്ലേ നമ്മൾ ആ മനുഷ്യന്റെ കാണേണ്ടത്? കോടതിയിൽ പോയിട്ട് സാക്ഷി ഇവര് ജനസമ്പർക്ക സമയത്ത് അദ്ദേഹം ജനങ്ങളിലെ ആ സമയത്ത് ഉമ്മൻചാണ്ടി എതിർക്കേണ്ട കാര്യമില്ല. 1,05,00,000 രൂപയുടെ ബസ് മേടിച്ച് ഒരാവശ്യവുമില്ലാതെ ജനങ്ങൾക്ക് 5 പൈസ ഉപകാരമില്ലാതെ ഇത് ജനങ്ങളുടെ പരാതി സ്വീകരിക്കാനുള്ള ഒരു പരിപാടിയാണെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ഇത്തരം ഒരു പരിപാടിക്ക് ഇറങ്ങുകയും ഇത് ജനങ്ങളുടെ പരാതിയോ അവരുടെ പരാതിക്ക് പരിഹാരമോ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയല്ലെന്ന് ഒരു MP-യെ സാക്ഷി നിർത്തി, ഒരു MLA-യെ സാക്ഷി നിർത്തി, പൊതുജനങ്ങളെ സാക്ഷി നിർത്തി ഒരു മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ എതിർക്കപ്പെടേണ്ടത് തന്നെയല്ലേ? അതന്നെയല്ലേ ഒരു പ്രതിപക്ഷത്തിന്റെ ചുമതല? കേരളത്തിലെ മുഖ്യമായ പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ് അതെങ്ങനെയാണ് ക്ഷമിക്കുക? 1,05,00,000 രൂപയുടെ ബസ്സിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും പിരിവ് വാങ്ങിയിട്ടാണോ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇത്തരത്തിലുള്ള ഒരു ജനസമ്പർക്ക പരിപാടി നടത്തിയത്? 19,85,000 പരാതികൾ പാതിരാത്രി 12 മണി വരെ ജനങ്ങൾക്ക് ചുറ്റും നിന്ന് സ്വീകരിച്ച രീതിയും ഇന്ന് ഈ കാണിക്കുന്ന രീതിയും തമ്മിൽ എങ്ങനെയാണ് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റുക മഞ്ജുഷേ?
അപ്പോൾ അതിനെ നമ്മൾ പറയില്ലേ, അളമുട്ടിയാൽ ചേര കടിക്കും. ഞാൻ വീണ്ടും പറയുകയാണ്, കണ്ട് അതിന് ഇത്തരം കാര്യങ്ങളെ എതിർക്കണം. എന്നിട്ടും വി.ഡി. സതീശൻ പറഞ്ഞ വാക്കുകൾ ഒരു കോൺഗ്രസ്സുകാരനല്ലാതിരുന്നിട്ടും കോൺഗ്രസ്സുകാരുടെ ഭരണത്തെ അങ്ങേയറ്റം എതിർത്തിട്ടും ഞാൻ പറയുന്നു, ഒരു കടലാസിന്റെ ചുരുൾ പോലും ആ ബസ്സിന് നേരെ എറിയരുത് എന്ന് പറഞ്ഞിട്ട് ഈ കരിങ്കൊടി കാണിച്ച സ്ഥലത്തൊക്കെ മഞ്ജുഷേ എത്ര യൂത്ത് കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു? 4 or 5? അതിനപ്പുറമുള്ള യൂത്ത് കോൺഗ്രസ്സുകാരുണ്ടായിരുന്നോ? അതിനെ ഭയന്നിട്ട് അതിനെ നേരിടാൻ 450 പോലീസുകാരുടെ പ്രൊട്ടക്ഷനുള്ള ഒരു മുഖ്യമന്ത്രി തൻ്റെ ഗൺമാന് വടിയും കൊടുത്ത് പറഞ്ഞയക്കുകയും അതിൽ ഒരു വികലാംഗനെ തല്ലിച്ചതയ്ക്കുകയും ചെയ്തതിനെ ന്യായീകരിക്കുന്ന ഇത്തരം രീതികൾ നമ്മുടെ സാക്ഷര കേരളത്തിനോ നമ്മുടെ പ്രബുദ്ധ കേരളത്തിനോ ചേർന്ന ഒരു പ്രയോഗമല്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. പ്രിന്റു മഹാദേവ് കൂടി ചേരുകയാണ്. പ്രിന്റു, യുവമോർച്ചയാണല്ലോ ഇതിന് തുടക്കമിട്ടത്. അടിച്ചാൽ തിരിച്ചടി കിട്ടും എന്നുള്ളത് ഇന്നലെ കൊല്ലത്ത് കാണിച്ചു കൊടുത്തു യുവമോർച്ച. അതിനു മുൻപ് തന്നെ യൂത്ത് കോൺഗ്രസും ഉണ്ടായിരുന്നില്ല. യൂത്ത് കോൺഗ്രസും ഇന്നലെ കൊല്ലത്ത് തിരിച്ചടിച്ചായിരുന്നു ഡിവൈഎഫ്ഐയെ. ഇത് നിങ്ങൾ പ്രത്യക്ഷമായിട്ട് ഈ സമരരംഗത്തേക്ക് ഇറങ്ങിയിട്ടില്ലല്ലോ അല്ലേ? ഇങ്ങോട്ടടി കിട്ടിയ തിരിച്ചടിച്ചു എന്നേ ഉള്ളൂ. തീർച്ചയായും ജനാധിപത്യ രീതിയിൽ ഈ കേരളത്തിലെ ഏതൊരു സർക്കാരിനെതിരെയും പ്രതികരിക്കാനുള്ള അവകാശം സ്വാഭാവികമായി എല്ലാ ജനാധിപത്യ പാർട്ടികൾക്കും സംഘടനകൾക്കുമുണ്ട്. നമുക്കറിയാം, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള നവകേരള സദസ്സ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായി ജനാധിപത്യ രീതിയിൽ പ്രതിഷേധങ്ങളുണ്ടായി. ആ പ്രതിഷേധങ്ങൾ നമുക്കറിയാം മുമ്പൊന്നും കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ അതിവിശുദ്ധമായിട്ടാണ് മർദ്ദിക്കുന്നത്. ഒന്ന്, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സംവിധാനത്തിൽ നടക്കുന്ന ക്രിമിനൽ പോലീസ് സംഘം ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കുന്ന ആളുകളെ അതിനിഷ്ഠൂരമായി ആക്രമിക്കുന്നത് നമ്മൾ കണ്ടു. അത് ഒരു ഘട്ടം. രണ്ടാമത് കേരളത്തിൽ നടക്കുന്നത് രക്ഷപ്പെട്ടവരെ പോലെ മുൻകൈക്കാരും രക്ഷപ്പെട്ടാരും കേരളത്തിന്റെ തെരുവിലെ അരാജകത്വത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ കഴിഞ്ഞ 10-ാം തീയതി മുതൽ ഗവർണർക്കെതിരെ നടത്തിയിട്ടുള്ള സമരം, ആ സമരത്തിൽ പോലീസിന്റെ നിലപാട് നമ്മൾ നോക്കണം. രണ്ടാമത്, ഇവിടെ ഇരട്ടത്താപ്പൽ ഇരട്ടത്തങ്ങനല്ല ഈ പിണറായി വിജയൻ ഇരട്ടത്താപ്പലാണ്. ഒരു സമയം ഗവർണർക്കെതിരെ സമരം നടത്തുന്ന സമയത്ത് തോന്നിയാക്കം ചെയ്യാനും എസ്എഫ്ഐക്കാർക്കുള്ള അവസരം ഇവിടുത്തെ പോലീസ് സംവിധാനം. അല്ലെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഗവർണർ തടയുന്ന ഒരു സാഹചര്യം. ശബ്ദത്തിൽ ചില പ്രശ്നമുണ്ട്, അതൊന്ന് ശരിയാക്കി കഴിഞ്ഞതിന് ശേഷം പ്രിന്റുവിലേക്ക് വരാം. ശ്രീ ജിന്നാസ്, ഇതിനകത്ത് ഇന്നത്തെ ആ സമരം നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പോലീസ് വളരെയധികം സംയമനമായിരുന്നു. നിങ്ങൾ അങ്ങോട്ട് പലതവണ പ്രകോപനം ഉണ്ടാക്കുന്നുണ്ട്. ഷീൽഡ് അടിച്ചു പൊട്ടിക്കുന്നു, പോലീസിന് നേരെ ആക്രമണം നടത്തുന്നു, കല്ലെറിയുന്നു. ഒരു SI-ക്കാണെന്ന് തോന്നുന്നു അല്ലേ, SI-ക്ക് പരിക്ക് പറ്റുന്നു, മുഖത്തുകൂടി ചോര ഒഴുകുന്നു. എന്നിട്ട് പോലും സംയമനം പാലിച്ചു. അപ്പോൾ നിങ്ങൾ ഇത് കൃത്യമായിട്ട് ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അക്രമത്തിൻ്റെ പാതയിലേക്ക് വരും, അങ്ങനെ വരണം എന്ന ഒരു മുൻവിധിയോട് കൂടി തന്നെ വന്നതാണല്ലോ. അത് ഇന്നത്തെ ആ സമരത്തിൻ്റെ ഓരോ നിമിഷവും കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നുമുണ്ട്. പക്ഷേ ഇതിന് ശേഷം ശ്രീ EP ജയരാജൻ്റെ ഒരു പ്രസ്താവന താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. സതീശിനുള്ള ഒരു മുന്നറിയിപ്പാണ്, ഇങ്ങനെ തിരിച്ചടിക്കാൻ വന്നു കഴിഞ്ഞാൽ പുറം കാണിച്ചു കൊടുക്കുന്നവരല്ല മറുഭാഗത്തുള്ളത് എന്ന്. അപ്പോൾ ഇങ്ങനെ തുടരുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ശ്രീ മഞ്ജുഷ, ഞാൻ താങ്കളുടെ നല്ല ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പറയാം. അതിനു മുന്നേ എൻ്റെ സഹപാനലിസ്റ്റായിട്ടുള്ള ശ്രീ അസ്കർ, അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ കേവലം ഒരു പ്രതീകാത്മകമായി ഒരു കരിങ്കൊടി സമരത്തിന് 5-10 പേരുമായി വരുമ്പോൾ അതിനെ ഗറില്ല മോഡൽ സമരം എന്നൊക്കെയാണ് അദ്ദേഹം ആക്ഷേപിക്കുന്നത്. ഞാൻ ഈ വിനയത്തോടെ ഈ അസ്കറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാലത്ത് MV രാഘവനെയും K കരുണാകരനെയും കണ്ണൂരിൻ്റെ മണ്ണിലിട്ട് ആക്രമിച്ച് കലാപമുണ്ടാക്കി ആക്രമിച്ച് സമരകോലാഹലത്തിൻ്റെ പേരിൽ അവിടെ 4 രക്തസാക്ഷികളുണ്ടായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഷിബുലാലും മധുവും അതുപോലെ റോഷനും ബാബുവും ഉൾപ്പെടെ 4 രക്തസാക്ഷികൾ. ഇന്നും അതിലൊരു ജീവിക്കുന്ന രക്തസാക്ഷിയുണ്ട്, സഖാവ് പുഷ്പൻ. ആ പുഷ്പനും ഈ പറയുന്ന ബാബുവും മധുവും റോഷനും ഷിബുലാലും എല്ലാം ഗറില്ല സമരത്തിൻ്റെ ഭാഗമായിരുന്നു. അസ്കറെ, ഒരു കാലം കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ K കരുണാകരൻ്റെ വാഹനത്തിൻ്റെ മുന്നിലേക്ക് ചാടിക്കടന്ന അന്നത്തെ DYFIയുടെ നേതാവ്, ഇന്നത്തെ കേരളത്തിൻ്റെ ഈ ജനസദസ്സുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പിണറായി വിജയൻ നയിക്കുന്ന രഥയാത്രയുടെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന സഖാവ് P രാജീവ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി ഗറില്ല സമരത്തിൻ്റെ ഭാഗമായിരുന്നോ? അദ്ദേഹം ആത്മഹത്യാ സ്ക്വാഡായിരുന്നോ DYFIയുടെയും SFIയുടെയും?
അപ്പോൾ അസ്കറെ നിങ്ങളിടുമ്പോൾ ബർമൂഡയും ബാക്കിയുള്ളവരിടുമ്പോൾ വള്ളിക്കളസം എന്ന മെത്തേഡൊക്കെ കയ്യിൽ 8 മടക്കി കയ്യിൽ വെച്ചാൽ മതി അസ്കറെ. പിന്നെ അസ്കർ ഈ ജനാധിപത്യ ക്ലാസ്സും അല്ലെങ്കിൽ ഇവിടുത്തെ സമാധാനത്തിനെ കുറിച്ചുള്ള ക്ലാസ്സൊക്കെ ഞങ്ങൾക്ക് എടുക്കരുത്. കാരണം ഒരു കാലത്ത് താങ്കൾ എറണാകുളം ലോ കോളേജിലും മഹാരാജാസിലൊക്കെ SFI DYFI ഗുണ്ടാ പണിക്ക് നേതൃത്വം കൊടുത്ത ഒരു മഹാനാണ്. ഇപ്പോൾ താങ്കൾ ഇച്ചിരി വിനയത്തോടെ അല്ലെങ്കിൽ വിനയം അഭിനയിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ചർച്ച കാണുന്ന പലവർക്കും അല്ലെങ്കിൽ മഞ്ജുഷ് ഉൾപ്പെടെയുള്ളവർക്ക് കാര്യം മനസ്സിലാവില്ലായിരിക്കും. പിന്നെ ഞാൻ അസ്കറിനോടൊരു കാര്യം പറയാം. ഈ DYFIക്കാർ ഇപ്പോൾ ഞങ്ങളെ കൊല്ലത്ത് ഉൾപ്പെടെ ആക്രമിക്കാൻ വന്നവരുണ്ട്. ഞങ്ങൾ അവരെ തിരിച്ചടിച്ചിട്ടുമുണ്ട്. തിരിച്ചടിയെന്ന് തന്നെ പറയാൻ പറ്റത്തില്ല, ഒരു പ്രതിരോധം മാത്രമാണ് ഞങ്ങൾ അവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. ഞങ്ങൾ ഈ കൊല്ലം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും മാത്രമാണ് ഒരു പ്രതിരോധത്തിന് ശ്രമിച്ചിട്ടുള്ളൂ എന്നൊരു സത്യമുണ്ട്. കാരണം ഞങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ജനാധിപത്യ രീതിയിൽ വിരലിലെണ്ണാവുന്ന ആളുകളുമായി ഒരു പ്രതീകാത്മകമായി ഒരു കരിങ്കൊടി സമരം നടത്തുമ്പോൾ ആ സമരത്തെ എറണാകുളത്ത് ഉൾപ്പെടെ നിങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എറണാകുളത്തെ പാർട്ടിയുടെ ശക്തി വെച്ചിട്ട് ഈ DYFIക്കാരനെ മുട്ടിന് അടിക്കാൻ പറ്റുമെന്ന് അസ്കറിന് എന്നേക്കാൾ നന്നായി ബോധ്യമുള്ള ആളാണ്. പക്ഷെ ഞങ്ങളത് കണ്ണടച്ചു. കാരണം ഈ ഒരു കേരളത്തിൻ്റെ ക്രമസമാധാനം തകർത്ത് കളയരുത് എന്ന ഒരു ബോധ്യം ഞങ്ങൾക്കുണ്ടായി. പക്ഷെ നിങ്ങളുടെ അഹങ്കാരവും ധിക്കാരവും, നിങ്ങൾ മുഖ്യമന്ത്രി മറ്റേ പരസ്യമായി പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് ധിക്കാരത്തോടെയും അഹങ്കാരത്തോടെയും ഈ കൊട്ടേഷൻ സംഘങ്ങൾക്കും ഗൺമാന്മാർക്കും ഒത്താശ പാടിക്കൊടുക്കുകയാണ്. വീണ്ടും വീണ്ടും ഈ ജീവൻ രക്ഷാ പ്രവർത്തനം തുടരുക എന്ന് പറയുമ്പോൾ ഞങ്ങൾ പ്രതിരോധിക്കാൻ ഇറങ്ങും. ഞാൻ അസ്കറിനോട് ഒരു കാര്യം കൂടി പറയാം. ഇന്നലെ ഞങ്ങളെ ആക്രമിക്കാൻ വന്ന DYFIയുടെ കൊല്ലത്തെ നേതാവ്, അദ്ദേഹം ഗുണ്ടാ ലിസ്റ്റിലുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒട്ടനവധി ക്രിമിനൽ കേസുകളുണ്ട്. ഒന്നാം തരം നൊട്ടോറിയസ് ക്രിമിനലുകളാണ് DYFIയുടെ നേതൃത്വത്തിലിരിക്കുന്ന നേതാക്കന്മാരാണ് ഈ അക്രമത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. കായംകുളത്ത് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജിമോൻ അരക്ക് താരെ ശരീരം ഇല്ലാത്തൊരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ ഒറ്റക്ക് നിന്നുകൊണ്ട് ഒരു കരിങ്കൊടി കാണിച്ചപ്പോൾ തെമ്മാടിത്തരമല്ലേ DYFIക്കാരൻ ബാക്കിലൂടെ വന്ന് ചവിട്ടി മറിച്ചിട്ടാണ് ഇന്ന് ഈ സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നത്. ആ ചെറുപ്പക്കാരനെ കൊണ്ടുവന്നാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തിയത്. നാണിപ്പിക്കുന്നതാണ് നിങ്ങളെ അസ്കർ. DYFIക്കാർ തൊഴിച്ചതാണ് അംഗപരിമിതനായ ചെറുപ്പക്കാരനെ. അസ്കർ, താങ്കളുടെ മറുപടി. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് DYFI ചെയ്യുന്നത്. പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഒറ്റക്ക് നിന്ന് കരിങ്കൊടി കാണിച്ചപ്പോൾ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അവന് ബാക്കിൽ നിന്ന് വന്നിട്ട് ചാടി ചവിട്ടിയ ആ തെമ്മാടി കൂട്ടങ്ങളെയൊക്കെ ഒത്താശ പാടിക്കൊടുക്കാൻ അസ്കറിന് ഉളുപ്പില്ല. അസ്കറെ, ഞാൻ ഒരു കാര്യം അസ്കറിനോട് പറഞ്ഞേക്കാം. ഞങ്ങളുടെ ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഇവിടെ ഗുണ്ടകളെയൊക്കെ ഇറക്കി വിട്ട് ഇവിടെ ഞങ്ങളെ അങ്ങോട്ട് ആക്രമിച്ച് ഇല്ലാതാക്കാനാണ് തീരുമാനമെങ്കിൽ ഞാൻ അസ്കർ സാറെ താങ്കൾ മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. മഹാത്മാഗാന്ധി ദണ്ഡി യാത്രക്ക് നേതൃത്വം കൊടുത്ത മഹാത്മാഗാന്ധി മാത്രമല്ല ഞങ്ങളുടെ നേതാവ്. ഈ രാജ്യത്ത് RSSനെ നിരോധിച്ച ഇന്ത്യയുടെ ഒന്നാമത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലും ഒരു കാലത്ത് വെള്ളപ്പട്ടാളത്തിന് മുന്നിൽ ആൻഡമാൻ നിക്കോബാറിലെ റോസ് ഐലൻഡിൽ ബ്രിട്ടീഷുകാരുടെ ഭരണസിരാ കേന്ദ്രത്തിന് ജപ്പാന്റെ സഹായത്തോടെ ബോംബ് വിക്ഷേപിച്ച് അവിടെ കൃത്യമായി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ തീക്ഷണമായി ഇടപെടൽ നടത്തിയിട്ടുള്ള സുഭാഷ് ചന്ദ്രബോസും ഈ രാജ്യത്ത് എക്സ്ട്രീമിസ്റ്റുകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ബാൽ ഗംഗാധർ തിലകും കോൺഗ്രസിന്റെ നേതാക്കന്മാരാണെന്ന് അസ്കർ ഒന്ന് മനസ്സിലാക്കി. ഗറില്ല ആക്രമണമായിരുന്നു യൂത്ത് കോൺഗ്രസുകാർ കരിങ്കൊടിയുമായി വന്നപ്പോൾ നടത്തിയതെന്ന് അംഗപരിമിതനായ ഒരു ചെറുപ്പക്കാരൻ നടത്തുന്നത് ഗറില്ല ആക്രമണമാണെന്നൊക്കെ പറയാൻ എങ്ങനെ തോന്നുന്നു അഡ്വക്കേറ്റ് BN അസ്കർ? താങ്കളെ പോലുള്ളവർക്ക് ആ ചെറുപ്പക്കാരനെ കൊണ്ടുവന്നാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിച്ചത്. മഞ്ജുഷെ, ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ആലപ്പുഴയിൽ നടന്ന 2 സംഭവം. ഒന്ന്, അംഗപരിമിതനായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ പിന്നിൽ നിന്ന് ചവിട്ടിയത് ശരിയല്ല എന്ന നിലപാടാണ് എനിക്കുള്ളത്. 2, ഗൺമാൻ ആയിരുന്ന അനിൽകുമാർ പോലീസ് വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങി ആ 2 യുവാക്കൾ മാത്രം കരിങ്കൊടി കാണിക്കുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ മർദ്ദിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കണം. UDFന്റെ ഭരണകാലത്ത് കേരളത്തിൽ പിണറായി, നിങ്ങൾ UDFന്റെ ഭരണകാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സമരം ചെയ്യുന്നവരെ പോലീസ് പ്രതിരോധിക്കും. അതിൽ ഞങ്ങളെയും പ്രതിരോധിക്കാറുണ്ട്. ഞങ്ങളെയും ലാത്തിചാർജ് ചെയ്യാറുണ്ട്. ഞങ്ങൾക്കെതിരെ അവർ ഗ്രനേഡ് വർഷിക്കാറുണ്ട്. ഞങ്ങൾക്കെതിരെ ജലപീരങ്കി ഉപയോഗിക്കാറുണ്ട്. ഞങ്ങളുടെ വനിതാ പ്രവർത്തകയുടെ വസ്ത്രം വലിച്ചു കീറിയില്ലേ ഈ പിണറായി വിജയൻ എന്ന നരാധവന്റെ പോലീസ്? അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് BN അസ്കർ, ആലപ്പുഴയിലെ സംഭവം താങ്കൾ അപലപിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങളും തെറ്റാണെന്ന് താങ്കൾ പറയേണ്ടി വരും. കാരണം അദ്ദേഹമാണല്ലോ പറഞ്ഞത് ഗൺമാൻ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന്. അതുപോലെ തന്നെ EP ജയരാജനാണ് പറഞ്ഞത് അംഗപരിമിതനാണെങ്കിൽ വീട്ടിലിരിക്കണം, സമരത്തിന് വരികയല്ല വേണ്ടത് എന്ന് EP ആണ് പറഞ്ഞത്. ആ EP താങ്കൾ തിരുത്തുമോ?
അങ്ങനെ പറഞ്ഞ തെറ്റായി പോയി എന്ന് പറയുമോ? വ്യക്തിപരമായ അഭിപ്രായം പറയാനല്ല മഞ്ജുഷ താങ്കളെ വിളിച്ചേക്കുന്നത്, ഇടതുപക്ഷത്തിന്റെ അഭിപ്രായം പറയാനാ. ഇടതുപക്ഷത്തിന്റെ അഭിപ്രായം പറയൂ. ഈ അംഗപരിമിതനായ വികലാംഗനായ അരക്ക് കീഴെ ശരീരഭാഗമില്ലാത്ത അജിമോൻ എന്ന ചെറുപ്പക്കാരനെ ചാടിച്ചവിട്ടിയ ഡിവൈഎഫ്ഐയെ തള്ളിപ്പറയാൻ സഖാവ് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? ആഭ്യന്തരമന്ത്രിയുടെ ചുമതലയുള്ള മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? പാർട്ടി സെക്രട്ടറിയൊക്കെ അവിടെ നിൽക്കട്ടെ, മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? അതിലേക്ക് വാ. അല്ലാതെ താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായം കേൾക്കാനല്ല ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ കേൾക്കണ്ടെന്നേ, ചെവി അടച്ചു പിടിക്കും കുറച്ചു നേരം. ഇത് ചർച്ചയാണ്, നിങ്ങളുടെ ജനാധിപത്യപരമാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നതെങ്കിൽ എന്റെ സമയത്ത് കയറി ഇടപെടരുത്. എന്റെ സമയത്ത് ഇടപെട്ടാൽ ഞാൻ സൗമ്യനാണെന്ന് കരുതുന്നതിനപ്പുറം എനിക്ക് നിങ്ങളുടെ ഭാഷയേക്കാൾ നല്ല വൃത്തിയായിട്ട് വർത്തമാനം പറയാൻ അറിയാം, നിങ്ങളെക്കാൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ അറിയാം. ഞാൻ അങ്ങനെ സംസാരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ജിൻസിന് ആ പരിപ്പ് ഇവിടെ വേവില്ല, അത് അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി. ആ പരിപ്പ് ഇവിടെ വേവില്ല, അത് അങ്ങ് ഇറക്കി വെച്ചേക്ക്. എന്നിട്ട് ഞാൻ ഈ സംഭവത്തിലേക്ക് വരാം. ഡാലാണോ ഏതാ SFIക്കാര് പറഞ്ഞ ഡാലാണോ വേവൂലെന്ന്? അല്ല, അത് പരിപ്പ് നിങ്ങൾ ഇറക്കി വെക്കുന്ന ആ പരിപ്പ് ഏത് ഡാലാണെങ്കിലും അങ്ങ് വീട്ടിൽ വെച്ചാൽ മതി. ചർച്ചയിൽ വരുമ്പോൾ ജനാധിപത്യപരമായിട്ട് ഇടപെടണം. എന്റെ സമയത്ത് കയറി സംസാരിക്കാൻ പാടില്ല. അത് ചർച്ചയുടെ സാമാന്യ മര്യാദയാ. ആ സാമാന്യ മര്യാദ പോലും എന്റെ സമയമാണ് താങ്കൾക്ക് മഞ്ജുഷ തന്നിട്ടുള്ളത്. എന്റെ സമയമാണ്, എന്റെ സമയം പൂർത്തീകരിച്ചിട്ടില്ല. ഉപചോദ്യം ചോദിച്ചത് ഹസ്ക പറഞ്ഞോളൂ. കാരണം അംഗപരിമിതിന്റെ കാര്യം ഇവിടെ പറഞ്ഞത് കൊണ്ടാണ്. ഞാൻ വ്യക്തിപരമായി എന്റെ അഭിപ്രായം പറയാം. വ്യക്തിപരമായി ആ അംഗപരിമിതിനെ ആക്രമിച്ചത് ശരിയല്ല എന്നുള്ള നിലപാടാണ്. പോലീസിന്റെ ഗവൺമെന്റ് ചുമതല മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ മന്ത്രിമാരുടെ PSO അല്ലെങ്കിൽ ഗവൺമെന്റ് ചുമതല എന്ന് പറയുന്നത് അവർക്കൊപ്പം സഞ്ചരിക്കുകയും അവരെ സംരക്ഷിക്കുകയുമാണ്. അല്ലാതെ യൂണിഫോം ഇല്ലാത്ത ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ യൂണിഫോം ഇല്ലാത്ത ഒരു പോലീസുകാരൻ ഒരു കാരണവശാലും സാധാരണ ജനങ്ങളെ തല്ലുന്നതിനോ ലാത്തിചാർജ് ചെയ്യുന്നതിനോ നിയമപരമായ അധികാരമില്ല. ആ നിലപാട് തന്നെയാണ് എന്റേത്. അത് പ്രധാനപ്പെട്ട കാര്യമാണ് അഡ്വക്കേറ്റ് BN ഹസ്കർ. അങ്ങനെയാണെങ്കിൽ ആ നിയമ നടപടിക്ക് ആ ഗവൺമെൻ വിധേയനാകേണ്ടതാണ്. അങ്ങനെ നിയമ വഴിയിലേക്ക്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പറയാമായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന്. ഏത് മുഖ്യമന്ത്രിമാരും പറയുന്ന കാര്യമാണത്. ഞാനത് കണ്ടില്ല നേരിട്ട്, പക്ഷേ അത് പരിശോധിക്കാം. അതിന്റെ ദൃശ്യങ്ങളുണ്ടല്ലോ. അങ്ങനെ മുഖ്യമന്ത്രിക്ക് പറയാമായിരുന്നു. അപ്പോൾ കണ്ണടച്ച് അല്ലല്ല നിയമവിദഗ്ധരുടെ അഭിപ്രായം ചോദിക്കാം. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. താങ്കൾ പറഞ്ഞ കാര്യം പല ആളുകളും പറയുന്ന കാര്യമാണ്. പക്ഷെ പിണറായി വിജയനെ പേടിച്ച് ആരും പുറത്തു പറയില്ല എന്നേ ഉള്ളൂ, ഇടത് സഹയാത്രികരാരും. പക്ഷെ താങ്കൾ അത് പറഞ്ഞു, നിയമപരമായി തെറ്റാണ് ഗവൺമെന്റ് ചെയ്തത് എന്ന്. എന്തുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് അത് അറിഞ്ഞുകൂടാ? മഞ്ജുഷേ, കേരള പോലീസ് ആക്ടിന്റെയും അതുപോലെ പോലീസ് മാനുവലിനും വിരുദ്ധമായിട്ടാണ് ആ ഗവൺമെന്റിന്റെ പ്രവൃത്തികൾ ഉണ്ടായിട്ടുള്ളത്. ഒട്ടും ശരിയായില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ നിലപാട്. നിയമവും അതുതന്നെയാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും അത് പറയാനുള്ള ആർജവം എനിക്കുണ്ട്. അതുപോലെ യൂത്ത് കോൺഗ്രസ് ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ അഴിഞ്ഞാട്ടം നടത്തിയിട്ടുണ്ട്. ആ അഴിഞ്ഞാട്ടം പൊതുമുതലടക്കം നശിപ്പിക്കുന്നത്, അതുപോലെ തന്നെ നവകേരള സദസ്സിന്റെ ബോർഡുകളും ബാനറുകളും തല്ലി തകർക്കുന്ന സാഹചര്യം, പോലീസിന്റെ ഷീൽഡ് പൊതുമുതലാണെന്നേ, ആ ഷീൽഡ് ആണിതറച്ച പട്ടിയിൽ കൊണ്ട് തല്ലിച്ചതച്ച് പൊട്ടിക്കുമ്പോ കേരളത്തിന്റെ പൊതുമുതൽ നശിപ്പിക്കുകയാണ്. മാത്രമല്ല, നിങ്ങൾ പറഞ്ഞല്ലോ കൂത്തുപറമ്പ് സമരം 2 പേർ എങ്ങനെ പോയി വെടിയേറ്റ് വീണതല്ല. ആയിരക്കണക്കിന് ആളുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അന്നത്തെ സഹകരണ മന്ത്രിയായിരുന്ന സഖാവ് MV രാഘവനെ തടയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ സമരം നടത്തിയത്. ആ സമരത്തിൽ നിയമവിരുദ്ധമായി വെടിവെപ്പിനെ സംബന്ധിച്ച് കൃത്യമായി നിയമപരമായി ചെയ്യണം എന്നുള്ളപ്പോ ആ നിയമവിരുദ്ധമായി ജനക്കൂട്ടത്തിനു നേരെ പ്രതിഷേധിക്കുന്ന സഖാക്കൾക്ക് നേരെ വെടിവെച്ചിട്ടാണ് 5 സഖാക്കൾ രക്തസാക്ഷിയായിട്ടുള്ളത്. അപ്പോ അങ്ങനെയാണ് ഡിവൈഎഫ്ഐയും SFIയും ഒക്കെ സമരം നടത്തിയിട്ടുള്ളത്. അല്ലാതെ ഏതെങ്കിലും 2 or 3 ആളുകളെ പറഞ്ഞുവിട്ട് വാഹന വ്യൂഹത്തിന് മുന്നിൽ ചാടി അവർ രക്തസാക്ഷികളാകുന്നതിന് ആഗ്രഹിച്ച കേരളത്തിലെ ക്രമസമാധാന നില എനിക്കത് മനസ്സിലാവുന്നില്ല. അഡ്വക്കേറ്റ് BN ഹസ്കർ, എത്രയോ സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഈ അടുത്ത് UDF ഭരിച്ച സമയത്ത് പോലും KM മാണിക്കെതിരെ എത്രയോ കരിങ്കൊടി സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന സമയത്ത് കരിങ്കൊടിയുമായി എത്രയോ DYFIക്കാർ ചാടി വീണിട്ടുണ്ട്. അതെല്ലാം അങ്ങനെയാണെങ്കിൽ അതെല്ലാം താങ്കൾ പറയുന്ന പോലെ ഗറില്ല സമരങ്ങളായിരിക്കണം. അല്ലാതെ ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് വന്ന് വാഹനത്തിന് മുന്നിലേക്ക് ചാടുന്നതല്ല കരിങ്കൊടി സമരം. പിന്നെ കരിങ്കൊടിയുമായി സെക്രട്ടേറിയറ്റിലേക്ക് ഓടിക്കയറിയിട്ടുണ്ട്.
ഏതെങ്കിലും മീറ്റിങ്ങുകൾ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഓടി കയറിയിട്ടുണ്ട്. ADB വിരുദ്ധ സമരമൊക്കെ നമ്മൾ കണ്ടതാണ്. കരിയോയിലുമായിട്ട് സമരം നടത്തിയിട്ടുണ്ട്. അപ്പോൾ DYFI നടത്തിയ ഈ സമരങ്ങളെല്ലാം ഗറില്ല സമരങ്ങളായിട്ട് വ്യാഖ്യാനിക്കേണ്ടി വരും. താങ്കൾ ഈ പറയുന്ന ഈ 2 പേര് കരിങ്കൊടിയുമായിട്ട് നവകേരള ബസിന്റെ മുന്നിൽ ചാടിയത് കരിങ്കൊടി സമരമാണെങ്കിൽ, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ ചോദിച്ചു വന്ന കാര്യം എന്ന് പറയുന്നത് EP ജയരാജന്റെ ഇന്നത്തെ ആഹ്വാനമാണ്. അടിച്ചാൽ തിരിച്ചടിയെന്ന് VD സതീശൻ പറയുമ്പോൾ പുറം കാണിച്ചു തരാനല്ല ഞങ്ങൾ ഇരിക്കുന്നത്, മറുഭാഗത്തുള്ളവർ ഇരിക്കുന്നത് എന്ന EP-യുടെ മറുപടി. അതിനെ എങ്ങനെയാണ് കാണുന്നത് ജിൻഷാദ്? ഞാൻ വിളിച്ചു ജിൻഷാദ് പറയട്ടെ എന്നിട്ട് താങ്കൾക്ക് പറയാം. ജിൻഷാദ് പറയട്ടെ. മഞ്ജുഷ, ഇന്നലെ SFIയുടെ ഒരു സമരം ഉണ്ടായിരുന്നു, ഒരു സ്ക്രിപ്റ്റഡ് സമരം. കേരളത്തിലെ പോലീസ് ആർഷോ എന്ന് പറയുന്ന കുണുവാവയെ കൊണ്ടുപോകുന്നത് പോലെ താരാട്ട് പാട്ടൊക്കെ പാടി കണ്ണേ കരളെ കൺമണിയെ എന്ന പാട്ടൊക്കെ കേൾപ്പിച്ച് ഒന്നും കുട്ടിക്ക് സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന തരത്തിൽ ആ കുട്ടിയെ താലോലിച്ച് കൊണ്ടുപോകുന്ന ഒരു സമരം. ആ സമരമല്ല എന്തായാലും യൂത്ത് കോൺഗ്രസ് ഇന്ന് ഇവിടെ എടുത്തിട്ടുള്ള സമരമെന്ന് അസ്കറിനെയും മഞ്ജുഷനെയും പ്രേക്ഷകരെയും ഒന്ന് അറിയിക്കാൻ ഞങ്ങൾ ആദ്യം ഈ അവസരം വിനിയോഗിക്കുകയാണ്. കാരണം ഞങ്ങൾ സമാധാനമായി ഇന്ന് നടത്തിയ സമരം, ആ സമരത്തിൽ പോലീസ് അനാവശ്യമായിട്ട് സാധാരണ ആദ്യം പ്രവർത്തകരെ അടിക്കും, പിന്നെ നേതാക്കന്മാരെ അടിക്കും, അവസാനം സംസ്ഥാന പ്രസിഡന്റിനെ അടിക്കും. അത്തരത്തിലാണ് നമ്മുടെ സമരങ്ങളെല്ലാം കേരളത്തിൽ നടക്കാറുള്ളത്. ഇന്ന് ആദ്യം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലക്കാണ് ഇവർ അടിച്ചത്. അതായത് സംസ്ഥാന പ്രസിഡന്റിൻ്റെ തലക്കടിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു വൈകാരികമായ ഒരു പ്രവർത്തന രീതി അണികളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും ഉണ്ടാകുമെന്നതിൽ ആർക്കും ഒരു തർക്കമില്ല. 2, ഒരു മാന്യതയുമില്ലാതെ പുരുഷ പോലീസ് നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള ഞങ്ങളുടെ സഹോദരിമാരായിട്ടുള്ള ഞങ്ങളുടെ വനിതാ പ്രവർത്തകരെയും നേതാക്കന്മാരെയും ക്രൂരമായി മർദ്ദിച്ചു എന്ന് മാത്രമല്ല, ഞങ്ങളുടെ സംസ്ഥാന ഉപാധ്യക്ഷ ഷിബിന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വസ്ത്രം വലിച്ചു കീറി. ഒരു മര്യാദ വേണ്ടേ ഈ പോലീസിന്? അപ്പോൾ സ്വാഭാവികമായും വൈകാരികമായി പ്രവർത്തകർ ഇടപെടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഞങ്ങൾ താരാട്ട് പാട്ട് കേട്ട് പോലീസുമായി പുന്നാരിച്ച് കളിച്ച് കണ്ണേ കരളെ കൺമണിയെ പാട്ട് കേട്ടുകൊണ്ട് അറസ്റ്റ് വരിച്ച് പോകാൻ വന്ന സമരമല്ല ഇത്. അതൊന്ന് മനസ്സിലാക്കിക്കൊല്ലോ. പിന്നെ ഒരു കാര്യം EP പറഞ്ഞിട്ടുണ്ട്, EP-യുടെ ഈ വാക്ക് കേട്ട് നിങ്ങൾ ഇനി അടുത്ത ദിവസം മുതൽ വീട്ടിലിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ്. പിന്നെ EP ജയരാജൻ പറഞ്ഞത്, EP ജയരാജനൊക്കെ ഞങ്ങളുടെ പൂർവികരായ നേതാക്കന്മാരുമായി ഏറ്റുമുട്ടിയപ്പോൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് EP-ക്ക് കൃത്യമായി അറിയാം. ഇനി EP-ക്ക് അറിയാൻ പാടില്ലെങ്കിലും EP-യുടെ ശരീരഭാഗങ്ങൾക്കും അറിയാം എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രമാണ്. ഞങ്ങൾ എന്തായാലും മഞ്ജുഷ് ഞങ്ങൾ എന്തായാലും ഇനി അടികൊള്ളാൻ തയ്യാറല്ല. ഞങ്ങൾ അടിക്കുമെന്ന് പറയുന്നില്ല, ഞങ്ങളിനി അടികൊള്ളാൻ തയ്യാറല്ല. നിങ്ങളിത് അടിവരയിട്ട് വെച്ചോ. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ഇനി അടികൊള്ളാൻ തയ്യാറല്ല. ഞങ്ങളെ പ്രകോപിപ്പിച്ചാൽ, ഞങ്ങളെ ഇങ്ങോട്ട് ആക്രമിച്ചാൽ ഞങ്ങൾ പ്രതിരോധിക്കും. ഞങ്ങൾ അടികൊള്ളാൻ തയ്യാറല്ല. അതിൻ്റെ സമര പ്രഖ്യാപനം, നിലപാട് പ്രഖ്യാപനം, ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ ശൈലിയുടെ ഒരു ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിങ്ങളെല്ലാവരും കണ്ടത്. ഞാനിതൊരു അഹങ്കാരത്തിൻ്റെ ഭാഷയിൽ പറയുന്നതല്ല. കാരണം അത്രയ്ക്ക് ഞങ്ങൾക്ക് ക്ഷമിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് മാത്രം ഈ നാടിൻ്റെ ക്രമസമാധാനം സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും ബാധകമാണല്ലോ, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ബാധകമാണല്ലോ. എന്തിനാ DYFI യുവമോർച്ച കരിങ്കൊടി കാണിക്കാൻ വന്നപ്പോൾ DYFIയുടെ നട്ടൽ എവിടെയായിരുന്നു? വാഴപ്പിണ്ടിയായിരുന്നു. അപ്പോൾ CPM-കാരൻ എവിടെയായിരുന്നു? ഈ ഗൺമാന്മാർ എവിടെയായിരുന്നു? BJP-യും RSS-ഉം ഇവിടെ കരിങ്കൊടി കാണിക്കാൻ വന്നപ്പോൾ ഈ പറയുന്ന അസ്കറിൻ്റെ പാർട്ടിയുടെ ഗുണ്ടകളുടെ നട്ടൽ ആരുടെ വാഴപ്പിണ്ടിയിലായിരുന്നത്? അപ്പോൾ ഞങ്ങൾ ഒരു കാര്യം പറയാം. ഇന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെ ഇത്രയും നാൾ ഞാൻ ആരെയും പ്രതിരോധിക്കണമെന്ന് പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിൽ, ജാഥയിലും സമരത്തിലും കൃത്യമായി പങ്കെടുത്തത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇനി അടികൊള്ളാൻ തയ്യാറല്ല. പ്രിന്റു യുവമോർച്ചയുടെ കാര്യം ഇവിടെ പറഞ്ഞിരുന്നു ശ്രീ ജിൻഷാദ്. പക്ഷെ നിങ്ങൾ പ്രത്യക്ഷമായ ഒരു സമരത്തിലേക്ക് ഇതുവരെ പോയിട്ടില്ലല്ലോ, ഇല്ലേ? നിങ്ങൾ ഈ യൂത്ത് കോൺഗ്രസിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടിട്ടാണോ ഇടയ്ക്ക് ചിലയിടങ്ങളിലൊക്കെ നിങ്ങൾ യുവമോർച്ചക്കാർ കൊടിയുമായിട്ട് പോകുന്നത്? അങ്ങനെ പറയുന്നത് മഞ്ജുഷി, സത്യത്തിൽ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഇപ്പോ ഈ DYFI-ക്കാരെ നേരിടാനും കേരള പോലീസിനെ നേരിടാനുമുള്ള ചങ്കൂറ്റം എവിടുന്നാ കിട്ടിയത്? ആ ചങ്കൂറ്റം കാണിച്ചു കൊടുത്ത തെരുവില് യുവമോർച്ചക്കാരാണ്, BJP-ക്കാരാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ കേരളത്തിൽ ഇപ്പോ സർക്കാർ സ്പോൺസേഡ് കലാപം നടന്നുകൊണ്ടിരിക്കുക. ഒന്ന്, ക്രിമിനൽ സംവിധാനങ്ങളായിക്കൊണ്ട് കേരളത്തിലെ പോലീസ് സംവിധാനന്മാർ ക്രിമിനൽ സംഘം, പക്ക കൊട്ടേഷൻ സംഘമായിട്ട് ഒരു പറ്റം ആയിരക്കണക്കിന് ക്രിമിനലുകളെ തന്റെ ഗൺമാനും അതുപോലെ തന്നെ തന്റെ സുരക്ഷാ സേനയുമാക്കിക്കൊണ്ട് കേരളത്തിൽ പണ്ട്
ഈ ഹിറ്റ്ലറുടെ നാസിപ്പട വരുന്നത് പോലെയാണ് ഇപ്പൊ പിണറായി വിജയന്റെ നവകേരള സദസ്സ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നാസിപ്പട എങ്ങനെയായിരുന്നു? ഈ പാവപ്പെട്ട നിരപരാധികളായ ആളുകൾ അത് നിഷ്ഠൂരമായി മർദ്ദിച്ചുകൊണ്ട് ജനങ്ങളോട് പറയുകയാണ്, ഇതാ ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെയായിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട വികലാംഗന്മാരടക്കമുള്ള ആളുകളെ, നിരപരാധികൾ അതിനിഷ്ഠൂരമായിട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള അക്രമമാണ് നേരിട്ട് പോലീസ് നടത്തുന്നത്. അതേ സമയത്ത് തന്നെ നമുക്കറിയാം, ഗവർണർക്കെതിരെ സമരം നടക്കുന്ന സമയത്ത് ഈ പോലീസ് സംവിധാനം എങ്ങനെയാണ് ഇവിടുത്തെ SFIക്കാരോടും DYFIക്കാരോടും ഒക്കെ പെരുമാറുന്നത് നമ്മൾ കണ്ടോ? ഏതെങ്കിലും ഒരു DYFIക്കാരൻ, ഈ ഗവർണർക്കെതിരെ വലിയ സമരമാണല്ലോ അവർ നടത്തിയത്, ഏതെങ്കിലും DYFIക്കാരനും SFIക്കാരനും ഈ പോലീസ് ലാത്തി കൊണ്ടൊന്ന് തലോടിയോ? ഞാൻ ചോദിക്കട്ടെ. അവിടെ നടക്കുന്നത് സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള ഗവർണർക്കെതിരെ സമരം. ഇവിടെ നടക്കുന്നത് ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അത് യൂത്ത് കോൺഗ്രസ് ആയിക്കോട്ടെ, യുവമോർച്ച ആയിക്കോട്ടെ, DYFIക്കാരനായിക്കോട്ടെ, ആർക്കും ആയിക്കോട്ടെ. പക്ഷേ മുമ്പൊന്നും കാണാത്ത രീതിയിൽ ഞങ്ങൾക്കെതിരെ, പിണറായി വിജയനെതിരെ വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ അങ്ങ് ഇല്ലാതാക്കി എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യം ഈ കേരള പോലീസ് കാണിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി ഒരു പ്രൊട്ടക്ഷൻ പോലീസ്. അപ്പൊ പ്രൊട്ടക്ഷൻ പോലീസ് പോരാ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ പിണറായി വിജയന്റെ പ്രസ്താവന എന്താ? അടുത്ത അദ്ദേഹം പറയാണ്, ഞങ്ങളുടെ ഒരു ജനകീയ പ്രതിരോധ സേനയുണ്ട്, ആ പ്രതിരോധ സേന നോക്കുമെന്ന്. അപ്പൊ ജനകീയ പ്രതിരോധ സേന ആരാ? ഈ കേരളത്തിലെ വേട്ടപ്പട്ടി സംഘങ്ങളായിട്ടുള്ള SFIയും DYFIയും. SFIയുടെയും DYFIയുടെയും ധാർഷ്ട്യം കൊല്ലത്തിന്റെ മണ്ണിൽ യുവമോർച്ചക്കാരൻ നാഞ്ഞു നിന്ന് ആ ധാർഷ്ട്യത്തിന് നേരെ ഞങ്ങൾ പോലീസ് സംവിധാനത്തിനല്ലേ വെല്ലുവിളിച്ചത്. DYFIക്കാരൻ എന്ത് അധികാരമാണുള്ളത് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്ന? അല്ലാതെ എന്താണ് സംഭവിച്ചത് കൊല്ലത്തെ? എന്താണ്, ഞാൻ ആ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് കൊല്ലത്ത്? നിങ്ങൾക്ക് അങ്ങനെ ഈ പ്രകടനത്തിനിടെ ഈ കരിങ്കൊടിയല്ല, നിങ്ങൾ യുവമോർച്ചയുടെ കൊടിയാണ് കൊണ്ടുപോയത്. അവിടെ എന്താണ് DYFIക്കാരുമായിട്ട് നിങ്ങൾക്കുണ്ടായ പ്രശ്നം? അത് മുഖ്യമന്ത്രിയുടെ വ്യൂഹത്തിലുണ്ടായിരുന്ന DYFIക്കാരാണോ ആക്രമിച്ചത്? അവിടെ ആക്രമിച്ചത് DYFIക്കാരൻ ആക്രമിക്കുന്നത് പോലീസല്ല, കേരള പോലീസല്ല. കേരള പോലീസ് ജനാധിപത്യ രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ സമരം നടക്കുമ്പോൾ ഇടപെടേണ്ടത് പോലീസാണ്. സ്വാഭാവികമായിട്ട് അത് എല്ലാ സമയത്തും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഗവർണറുടെ കാര്യത്തിൽ നമ്മളത് കണ്ടില്ല. ഗവർണറുടെ കാര്യത്തിൽ എന്താണ്ടായത്? ഗവർണറെ ഈ കൊട്ടേഷൻ സംഘത്തിന് മുമ്പിൽ എറിഞ്ഞു കൊടുക്കുകയായിരുന്നു ഇവിടുത്തെ പോലീസ് സംവിധാനം, ഇവിടുത്തെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ. അതേസമയത്ത് കൊല്ലത്ത് യുവമോർച്ചക്കാരൻ നേരിടാൻ വരുന്നത് DYFIക്കാരൻ. ആരെ DYFIക്കാരൻ? അങ്ങനെ DYFIക്കാരന്റെ അടി കൊള്ളാനുള്ള ആളുകളാണ് യുവമോർച്ചക്കാര്. അങ്ങനെ DYFIക്കാരൻ നിശ്ചയിക്കുന്നതാണ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ DYFIക്കാരനല്ലേ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? കേരള പോലീസ് എന്തിനാ? കേരള പോലീസിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ നോക്കണം, ജനാധിപത്യത്തെ ഏതെങ്കിലും രീതിയിലും ഒരു വെള്ളക്കൊടിയും അതിനകത്തൊരു നക്ഷത്രം ഉണ്ട് എന്ന് വിചാരിച്ച് ഇംഗിലാബ് വിളിച്ചുകൊണ്ട് കേരളത്തിൽ എന്ത് തെമ്മാടിത്തരം കാണിക്കുമെന്നാണ് ഈ DYFIക്കാരൻ കാണുന്നത്, SFIക്കാരൻ കാണുന്നത്. സത്യത്തിൽ നിങ്ങൾ നോക്കി, ഇത് CPMന്റെ വാട്ടർലൂ ആവാൻ പോവാണ് ഈ പറയുന്ന നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ. കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആവാൻ പോവുകയാണ് പിണറായി. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ MK ഹരിദാസ്, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അഡ്വക്കേറ്റ് BN ഹസ്കർ പറഞ്ഞു. അത് ഈ CPM സഹയാത്രികർക്കും ഉള്ള ഒരു നിലപാടാണ്. അത് മാത്രമല്ല CPMന്റെ അണികൾക്കുമുള്ള ഒന്ന് തന്നെയാണ്. ഇത് ശരിയായോ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞത്? ഞാനൊന്നും കണ്ടില്ല എന്ന് പറയുന്നതും ഗൺമാൻ ഇറങ്ങി വന്നിങ്ങനെ ലാത്തി കൊണ്ട് അടിക്കുന്നതും ഒക്കെ. ഇത് നിയമവിദഗ്ധർക്ക് ഒരു സംശയവുമില്ല, അത് ശരിയായ നടപടിയല്ല. മുഖ്യമന്ത്രിക്കൊപ്പം സുരക്ഷാ ഗാർഡായിട്ട് പോകേണ്ട ആളാണ് ഗൺമാൻ. അങ്ങനെ ഒരാൾ ആ ബസ് കടന്നു പോയതിനു ശേഷം അവിടെ പോലീസ് ആ രംഗം ശാന്തമാക്കിയതിനു ശേഷം ഇറങ്ങി വന്ന് എന്തോ ശത്രുത പോലെ പെരുമാറിക്കൊണ്ട് ആ ലാത്തി എടുത്ത് തല്ലുന്ന കാര്യം, അത് ശരിയല്ല എന്നുള്ള കാര്യം അന്ന് തന്നെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഹസ്കറിലൂടെ അത് വെളിയിൽ വന്നിരിക്കുകയാണ്. ഹസ്കറിനെ പോലെയുള്ള ഒരാൾക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല അത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനും അതിനെ ന്യായീകരിക്കാൻ പറ്റുകയില്ല ശ്രീ MK ഹരിദാസ്. അപ്പോൾ ഇതൊക്കെ കാണുന്നവരാണ്, ഇതെല്ലാം അനുഭവിക്കുന്നവരാണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാർ. അതുകൊണ്ട് അവരുടെ ഈ തെരുവ് യുദ്ധം, അവരുടെ സമരം ആ തെരുവ് യുദ്ധത്തിലേക്ക് മാറി. ഞാൻ പറയാം, എനിക്കൊരു 3 മിനിറ്റ് സമയം മൊത്തം തന്നാൽ മതി. അതിൽ ഈ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞിട്ടുള്ള കാര്യത്തിനോട് ശ്രീ അസ്കറിൻ്റെ പൂർവ്വകാല ചരിത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ അപമാനിക്കുന്നത് ശരിയല്ല. എനിക്കിത് പറയേണ്ട കാര്യമില്ല, അദ്ദേഹത്തിന് തന്നെ പറയാം. പക്ഷേ ഇന്നലെ കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്നെ ചർച്ചയിലിരുന്നു കൊണ്ട് ഒരുത്തൻ എടാ എന്ന് വിളിച്ചപ്പോൾ, അതായത് CPMന്റെ പ്രതിനിധി എടാ എന്ന് വിളിച്ചിട്ട് എന്നെ സംബോധന ചെയ്തപ്പോൾ ഒരു കോൺഗ്രസ്സുകാരൻ തിരുത്തി, ഇങ്ങനെയൊക്കെ പ്രായമായവരെ വിളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാനും ഈ നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇന്നലെ മഞ്ജുഷിനറിയാം, കുറച്ച് കാര്യങ്ങളുടെ വിശദീകരണം നൽകിയത് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചതാണ്. ആ വ്യക്തി ഇന്നലെ എന്താണ് പറഞ്ഞത് മഞ്ജുഷേ? അതായത് അയാൾ വികലാംഗനാണെന്ന് ആർക്കും മനസ്സിലായില്ല. അതായത് മുട്ടിന് കീഴ്പോട്ട് കാലില്ലാത്ത ഒരു വ്യക്തി മറ്റുള്ളവരെക്കാൾ ഉയരം കുറഞ്ഞ് നടക്കുന്നത് കണ്ടിട്ട് പോലും അയാൾ ഒരു വികലാംഗനാണെന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ DYFIക്കാർക്കോ ഇവിടുത്തെ പിണറായി വിജയന്റെ പ്രൊട്ടക്ഷനായിട്ട് നടക്കുന്ന CPMന്റെ ഗവൺമെന്റ്മാർക്കോ തിരിച്ചറിഞ്ഞില്ലെന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. അതിനൊക്കെ തിരുത്തിയപ്പോഴാണ് എന്നെ എടാ എന്ന് വിളിച്ചത്. അവിടെയാണ് എനിക്ക് കോൺഗ്രസ്സുകാരനോട് പറയാനുള്ളത്, അത്തരത്തിലുള്ള
ഈ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷ നിരീക്ഷകരിൽ നിന്നും വ്യത്യസ്തനാണ് ശ്രീ അസ്കർ. ഞാൻ ഈ വിഷയവുമായിട്ട് ഈ മഞ്ജുഷിന്റെ കൂടെ തന്നെ ഈ അസ്കറിന്റെ കൂടെ ഇരുന്നപ്പോൾ അദ്ദേഹം ഇത്തരത്തിലുള്ള 1-2 കാര്യങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയാണ്. നമുക്ക് അദ്ദേഹത്തെ എങ്ങനെ വേണമെങ്കിലും തേജോവധം ചെയ്യാം. അത് ആ വിഷയത്തിൽ ഒതുങ്ങണം. അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രം എടുത്താൽ അദ്ദേഹം നിങ്ങളുടെ കെ സുധാകരന്റെ പൂർവ്വകാല ചരിത്രത്തിലേക്ക് പോയാൽ എനിക്ക് കെ സുധാകരന്റെ പൂർവ്വകാല ചരിത്രമൊന്നും അറിയില്ല. പക്ഷേ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് പല CPM-ന്റെ നേതാക്കളും സുധാകരന്റെ പൂർവ്വകാല ചരിത്രങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അതിനല്ല ഇവിടെ ഈ ചർച്ച. മഞ്ജുഷ, ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഇന്നത്തെ സമരം ന്യായമായ സമരമാണെന്ന് ഞാൻ പറഞ്ഞു. പൊതുമുതൽ നശിപ്പിച്ചതിനെ അസ്കർ പറഞ്ഞിട്ടുള്ളതിന് യാതൊരുവിധ ന്യായീകരണവുമില്ല. കേരളത്തിന്റെ പൊതുമുതൽ നശിപ്പിച്ച കണക്കെടുത്തു കഴിഞ്ഞാൽ അതിന്റെ 90% നശിപ്പിച്ചിരിക്കുന്നത് ശ്രീ അസ്കർ പ്രതിദാനം ചെയ്യുന്ന അവരുടെ DYFIയും SFIയും CPM-ഉം അടങ്ങുന്ന സംഘമാണ്. അത് തന്നെ കേരളത്തിൽ നടത്തിയിട്ടുള്ള ഹർത്താലുകളുടെ പേരിലാണ്. ഞാനതിന്റെ തെളിവ് അങ്ങേക്ക് വേണമെങ്കിൽ തരാം. കാരണം ഞാനത് ഹൈക്കോടതിയിൽ 3 കേസുകൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അതിന്റെ അഫിഡവിറ്റ് എടുത്ത് കാണിച്ചാൽ മതി. അത് വിവരാവകാശ നിയമപ്രകാരം കേരള പോലീസ് തന്നിട്ടുള്ള വിവരമാണ്. അപ്പോൾ ഇന്ന് ഒരു ഷീൽഡ് തകർത്തതും അല്ലെങ്കിൽ ഒരു പിങ്ക് പോലീസിന്റെ വാഹനത്തിൽ ഒന്ന് ഇടിച്ചതൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒരു പൊതുമുതൽ നശിപ്പിക്കലാണെന്ന് പറഞ്ഞിട്ട് അങ്ങേക്ക് വിമർശിക്കാൻ അധികാരമില്ല. ഞാൻ വിമർശിക്കും. അത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, ഗാന്ധിജിയാൽ വിഭാവനം ചെയ്യപ്പെട്ടുണ്ടായ ഒരു പാർട്ടി പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള സമരങ്ങൾ ചെയ്യരുത്. ഇന്ന് യൂത്ത് കോൺഗ്രസ്സുകാരായാലും ഈ സമരം നടത്തിയതിന് അങ്ങേയറ്റം ആവശ്യമായൊരു സംഗതിയാണെന്ന് പറയുമ്പോൾ തന്നെ മഞ്ജുഷ് വേറൊരു കാര്യം ശ്രദ്ധിച്ചുവോ? തലമുതിർന്ന നേതാക്കളിൽ ഈ VD സതീശന്റെ തലയല്ലാത്ത ഞാൻ മുഴുവൻ സമയം TV കണ്ടിട്ടില്ല കേട്ടാ. ഇനിയിപ്പോൾ അത് തെറ്റാണെങ്കിൽ എന്നെ തിരുത്തണം. ഈ VD സതീശന്റെ തലയല്ലാത്ത ഒരു തലയും അവിടെ കാണുന്നില്ല ശ്രീ മഞ്ജുഷേ. എന്താണ് തിരുവനന്തപുരത്ത് നേതാക്കന്മാർക്ക് പഞ്ഞമുണ്ടോ? അല്ലെങ്കിൽ കോൺഗ്രസിൽ തന്നെ തലമുതിർന്ന വിവരമുള്ള വിദ്യാഭ്യാസമുള്ള അതായത് ഇംഗ്ലീഷ് അക്ഷരത്തെറ്റ് കൂടാതെ പറയാൻ കഴിയുന്ന 9355 എന്ന് കൃത്യമായി പറയാൻ കഴിയുന്ന നേതാക്കന്മാർ ഒരുപാടുള്ളപ്പോൾ അവരുടെ തലയൊന്നും അവിടെ കാണാനില്ലല്ലോ. അപ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ നേതാവ്, കോൺഗ്രസിന്റെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വ്യക്തിയും അതുമാതിരി തന്നെ ശ്രീ പ്രിന്റുവും പറഞ്ഞു ഇവിടെ ഇത് പിണറായി വിജയന്റെ വാട്ടർലൂ ആണ്, ഇത് അവസാനത്തെ ഭരണമാണ് എന്ന് പറയുമ്പോൾ എന്നെ പോലുള്ള നിഷ്പക്ഷമായിട്ട് രാഷ്ട്രീയത്തെ കാണുന്ന ഞാൻ പറയട്ടെ, ഇത് അവസാനത്തെ ഭരണമൊന്നുമല്ല. കാരണം ഇവിടുത്തെ BJP, കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ഇവിടുത്തെ യുവജന സംഘടനയും BJPയും അങ്ങേയറ്റം മിനിഞ്ഞാന്ന് ജനത്തിന്റെ ചർച്ചയിലെ ശ്രീ B ഗോപാലകൃഷ്ണനോട് നേരിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ഭാഗികമായി സമ്മതിച്ച കാര്യമാണ്. അങ്ങേയറ്റം ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണോ എന്ന് പോലും തോന്നുന്ന വിധത്തിലാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് കേട്ടു. കോൺഗ്രസ്സുകാരെ ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്താൻ പ്രേരിതമായിട്ടുള്ളത് ABVP നടത്തിയത് കൊണ്ടാണെന്ന്. അതൊക്കെ പറഞ്ഞുകൊള്ളൂ. പക്ഷെ നിങ്ങളിപ്പോൾ ഈ ഭരണത്തിനെതിരെ, കെടുകാര്യസ്ഥതയ്ക്കെതിരെ, പക്ഷപാതത്തിനെതിരെ, വിലക്കയറ്റത്തിനെതിരെ, പരമാവധി ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ധൂർത്തിനെതിരെ നിങ്ങൾ ഈ ABVPയോ അല്ലെങ്കിൽ ഇവിടുത്തെ BJPയോ തികച്ചും കോൺഗ്രസ് നടത്തുന്നതിന്റെ പകുതി സമരങ്ങൾ പോലും നടത്തിയിട്ട് ജനങ്ങൾക്കൊരു ആവേശം പകരുന്നില്ല. നിങ്ങളിവിടെ കേരളത്തിൽ അധികാരത്തിൽ വരാനും ബോർഡിൽ ഇവിടെ MLA-മാരെ സൃഷ്ടിക്കാനും അത്രമാത്രം കഷ്ടപ്പാട് ഇവിടെയുണ്ട് ഈ സമരരംഗത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി. അവർ ഒറ്റയാൾ സമരമാണ് ഇവിടെ നടത്തുന്നത്. അതാണ് ഇന്ന് കണ്ടത്. നിങ്ങൾ വെറുതെ കുറച്ച് കുടിയുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നവകേരള ബസ് പോകുമ്പോൾ കാണിക്കുന്നു എന്നല്ലാതെ അതിനൊരു മെറിറ്റ് ഇല്ല എന്ന് തന്നെയാണ്. അങ്ങനെ പൊതുസമൂഹം സംശയിക്കുന്നുണ്ട്. അതാണ് MK ഹരിദാസിലൂടെ പ്രതിഫലിച്ചത്. അദ്ദേഹം ഒരു പാർട്ടിയെയും സംരക്ഷിച്ച് പറയാറില്ല, എല്ലാവരെയും വിമർശിക്കുന്നയാളാണ്. കേരളത്തിൽ കഴിഞ്ഞ ഒരു 6 മാസം കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പിണറായി വിജയനെതിരെ നടത്തിയിട്ടുള്ള സമരങ്ങൾ, സെക്രട്ടറിയിലടക്കം 1 ലക്ഷം പേരെ ആളുകളെ അണിനിർത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള NDA ഒരു വലിയ പ്രോഗ്രാമുകൾ നടന്നിട്ടുണ്ട്. നിങ്ങൾ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും അതിന് നേരെ കണ്ണടയ്ക്കുമ്പോഴാണ് പ്രശ്നം. സ്വാഭാവികമായിട്ട് ഇപ്പൊ യൂത്ത് കോൺഗ്രസ്സുകാരൻ ഞാനൊന്ന് ചോദിക്കട്ടെ, യൂത്ത് കോൺഗ്രസ്സുകാരന് കൊല്ലത്തെത്തിയപ്പോഴല്ല ഈ ബോധം വന്നത്? യൂത്ത് കോൺഗ്രസിനും ഈ UDFനും ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള മലപ്പുറം ജില്ലയുണ്ട്, കോഴിക്കോട് ജില്ലയുണ്ട്, വയനാട് അടക്കമുള്ള മലബാർ മേഖലയുണ്ട്. ആ മലബാർ മേഖല ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ വരുത്താക്കിയോ? ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി ഇപ്പൊ വലിയ വീര സവർക്കറിലെ മറ്റേ പട്ടേലും സുഭാഷ് ചന്ദ്രബോസിന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞിട്ട് ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാരൻ അവന്റെ നട്ടെല്ല് പണയം വെച്ചിരിക്കുകയാണ്. ആ നട്ടെല്ല് പണയം വെച്ചതാണ് കേരളത്തിൽ ഈ പറയുന്ന DYFIക്കാരും SFIക്കാരും ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ എന്തും നടക്കുമെന്നുള്ള ദാഷ്ട്യത്തിലേക്ക് കേരളത്തിലെ ജനതയെ ഇങ്ങനെ ഈ രീതിയിൽ ചിന്തിപ്പിച്ചത് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരന്റെ നട്ടെല്ലില്ലായ്മയാണ്. ഇപ്പൊ കൊല്ലത്തെത്തിയപ്പോഴല്ലോ പ്രതികരിച്ചത്. ഞങ്ങളെ സംബന്ധിച്ച് 6 മാസമായിട്ട് നിരന്തരമായി പിണറായി വിജയന്റെ സർക്കാരിനെതിരെയുള്ള പ്രതികരണം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ആ പിണറായി വിജയനെതിരെയുള്ള സർക്കാരിന്റെ സമരങ്ങളെ ഇവിടുത്തെ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും കണ്ണടയ്ക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്.
സ്വാഭാവികമായിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരൻ നടത്തിയിട്ടുള്ള സമരങ്ങൾ കൊല്ലത്ത് അതിനുള്ള ഊർജ്ജം നൽകിയത് യുവമോർച്ചയുടെ പ്രവർത്തനങ്ങളാണ്. പൈതാശി പറഞ്ഞതിന്റെ സാങ്കേതികപരമായിട്ട് ഒരു ജനാധിപത്യ രീതിയിലുള്ള ഇത്തരത്തിലുള്ള സമരങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടെന്ന് എനിക്കില്ല. സ്വാഭാവികമായിട്ട് ജനാധിപത്യ രീതിയിൽ എല്ലാ അർത്ഥത്തിലും കഴിഞ്ഞ 6 മാസമായി നിരന്തരമായി പിണറായി വിജയൻ സർക്കാരിനെതിരെ സമരം നടത്തിയ പ്രസ്ഥാനമാണ്. ജിൻഷാദ് മറുപടി. ഈ BJPയുടെ പ്രതിനിധി വന്നിരുന്നിട്ട് പറയുകയാണ് യൂത്ത് കോൺഗ്രസിന് ഊർജ്ജം നൽകിയത് ABVPയും യുവമോർച്ചയാണെന്നൊക്കെ പറഞ്ഞ വെറും പച്ചക്കള്ളമല്ലേ. ഞങ്ങൾ ഇന്നലെ കൊല്ലം ജില്ലയിൽ രാവിലെയും ഉച്ചക്കും ചടയമംഗലത്തും അതുപോലെ കൊല്ലം അസംബ്ലിയിലും തൊട്ടപ്പുറത്തുള്ള കുണ്ടറ അസംബ്ലിയിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഞങ്ങൾ ഈ കരിങ്കൊടി പ്രതിഷേധം നടത്തുകയും ഞങ്ങളെ തടയാൻ വന്ന DYFIക്കാരെ പ്രതിരോധിക്കുകയും ചെയ്തു. കാത്തിരിക്കേണ്ടി വന്നു നിങ്ങൾക്ക്. ഇവരെപ്പോഴാണ് ഇന്നലെ ഈ പറയുന്ന പ്രതിരോധം നടത്തിയെന്ന് ഇവർ പറയുന്നത്? ഇവർ രാത്രിയാണ് നടത്തിയത്. അപ്പോൾ കൊല്ലം ജില്ലയിൽ അവരുടെ ഊർജ്ജം കിട്ടിയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ വെറും പച്ചക്കള്ളമാണ്. പിന്നെ മറ്റൊരു കാര്യം, അദ്ദേഹം പറയുകയാണ് അവർ മാത്രമാണ് കേരളത്തിൽ ഇവിടെ CPM-നെതിരെയുള്ള സമരങ്ങൾ പ്രഖ്യാപിച്ചതും നടത്തിയതെന്നും. എൻ്റെ മഞ്ജുഷ് എന്തായാലും ഒരു ദിവസത്തിൽ ഒരു 12 മണിക്കൂർ ഈ ചാനലും മീഡിയ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണല്ലോ. മഞ്ജുഷിനൊന്ന് എണ്ണി പറയാൻ പറ്റുമോ BJP പിണറായി വിജയനെതിരെ പറയുന്ന ഏതെങ്കിലും ഒരു ഊർജ്ജസ്വലമായ ഒരു സമരത്തെക്കുറിച്ച് പറയാൻ പറ്റുമോ? വേണ്ട. ഈ 140 അസംബ്ലിയിൽ BJPക്ക് ഒരു 5000 വോട്ട് കിട്ടുന്ന ഏതെങ്കിലും ഒരു അസംബ്ലിയിൽ ഇവർ നേരെ ജോബിനൊന്ന് കരിങ്കോടി കാണിച്ചതായിട്ട് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ABVP ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ അട്ടിമറിക്കപ്പെട്ടു, ഇവിടുത്തെ വൈസ് ചാൻസലർമാർ അട്ടിമറിക്കപ്പെട്ടു, ഇവിടെ P രാജീവിൻ്റെയും അതുപോലെ A റഹീമിൻ്റെയും അതുപോലെ MB രാജേഷിൻ്റെയും ഉൾപ്പെടെയുള്ള ഒട്ടനവധി സമാരാധരായ CPM-ൻ്റെ നേതാക്കന്മാരുടെ ബന്ധുക്കൾക്ക് ഭാര്യമാർക്ക് ഇവിടെ യൂണിവേഴ്സിറ്റികളിൽ പിൻവാതിൽ നിയമനം കൊടുത്തപ്പോൾ ഈ ABVP എവിടെയായിരുന്നു? എവിടെയെങ്കിലും ഒരു സമരം കണ്ടിട്ടുണ്ടോ? യൂത്ത് കോൺഗ്രസും KSU അല്ലാതെ ഇവർ എവിടെ എന്ത് സമരം നടത്തിയെന്നാണ് പറയുന്നത്? കാരണം ഇവർ ബായിയാണ്, ഇവർ മാമനും അമ്മാവനും റോളാണ് കളിക്കുന്നത്. പിണറായി വിജയനും സുരേന്ദ്രനും ഒരേ നാണയത്തിൻ്റെ 2 മുഖങ്ങളാണെന്ന് ആർക്കാണ് അറിയാത്തത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന മന്ത്രിസഭയിൽ K സുരേന്ദ്രനാണ് ആഭ്യന്തര വകുപ്പിന് ചുക്കാൻ പിടിക്കുന്നതെന്ന് കേരളത്തിൽ ആർക്കാണ് അറിയാത്തത്? കൊടകരയിലെ കുഴൽപ്പണ കേസും ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് നടത്തുന്ന സ്വർണ്ണക്കടത്ത് കേസും ഉൾപ്പെടെയുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും കേന്ദ്രവും സംസ്ഥാനവും വെച്ച് സെറ്റിൽ ചെയ്യുന്ന ഇവരുടെ ഈ രാഷ്ട്രീയ പൊറോട്ട നാടകം ആർക്കാണ് മനസ്സിലാക്കാത്തത്? ഈ മാരാർജി ഭവനും AKG സെന്ററിൽ നിന്നുള്ള ദൂരം അത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു നടക്കുന്നത്. അവിടെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസുമേ ഉള്ളൂ സമരം ചെയ്യാൻ. ഇപ്പോൾ ശബരിമലയിൽ വീഴ്ച പറ്റി. കഴിഞ്ഞ തവണ ശബരിമലയിൽ ഇവർ വോട്ടുണ്ടാക്കാനും നേട്ടമുണ്ടാക്കാനും ഇറങ്ങി. അതിനകത്ത് ഞാൻ പിന്നെ കടന്നു പോകുന്നില്ല. അന്ന് ആ ശബരിമലയിൽ ഒരു ഭാഗത്ത് പോലീസും CPM-ന്റെ ഗുണ്ടകളും കൂടി കലാപം ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ മറുഭാഗത്ത് BJPയുടെ പ്രതിനിധികളും RSSും കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ്. അതിന്റെ മറവിൽ ഇന്നത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇരുമുടിക്കെട്ട് തലയിൽ വെച്ചുകൊണ്ട് കറുത്ത വസ്ത്രം ധരിച്ച് നിരോധിത പാൻ മസാല ചുണ്ടിന്റെ തിരികെ കയറ്റുന്നതും നമ്മളെല്ലാം കണ്ടതാണ്. പിന്നെ അതിന്റെ പേരിൽ അക്രമം പോലീസ് ഇരുമുടിക്കെട്ട് വലിച്ചെറിയുന്ന രാഷ്ട്രീയ നാടകത്തിനും വോട്ട് കച്ചവടത്തിന്റെ ഭാഗമായി ഇരുമുടിക്കെട്ട് വലിച്ചെറിയുന്ന രംഗവും നമ്മളെല്ലാം കണ്ടതാണ്. പക്ഷേ ഇത്തവണ ഈ BJPയുടെ എത്രയോ ആളുകൾ അവിടെ കുഴഞ്ഞു വീണ് മരിച്ചു. പാവപ്പെട്ട അയ്യപ്പന്മാർ എവിടുന്ന് ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മണിക്കൂറുകളോളം കുടിവെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ തിക്കിലും തിരക്കിലും പെട്ടിട്ട് അവർ അയ്യപ്പ ഭഗവാനെ ഒന്ന് കാണാൻ പറ്റാതെ തിരികെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോയില്ലേ? അപ്പൊ ഈ BJP എവിടെയാണെന്ന്? അപ്പൊ ഈ BJPയുടെ സമരം ഉണ്ടായോ? ഇവർക്കൊക്കെ ഇത് രാഷ്ട്രീയമാണെന്നേ, ഇവർക്കൊക്കെ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടകൾ മാത്രമാണ്. ജിനാസ് ഇങ്ങനെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ പറയല്ലേ? ശബരിമലയിൽ ഇപ്പോ ഈ പറയുന്ന സർക്കാരിന്റെ വീഴ്ചയുടെ ആദ്യമായിട്ട് അവിടെ എത്തിയത് വത്സൻ തില്ലങ്കേരിയാണ്, കുമ്മനം രാജശേഖരനാണ്. അതിനുശേഷമാണ് നിങ്ങളുടെ നേതാക്കൾ അവിടെ എത്തിയിട്ടുള്ളത്. ഈ ശബരിമല എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രക്ഷോഭ കേന്ദ്രമാണെന്ന് നിങ്ങൾ കരുതണ്ട. അങ്ങനെ ശബരിമലയിൽ ഈ പ്രക്ഷോഭം ഉണ്ടാക്കി അതിന്റെ നേട്ടം കൊയ്യുന്ന ആളുകളാണ് BJPക്കാരിൽ എന്ന് നിങ്ങൾ കരുതണ്ട. അങ്ങനെ ഒരു ശബരിമലയിൽ ഒരു ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ കെടുകാര്യസ്ഥ വരുമ്പോഴത്തേന് അവിടെ സമരങ്ങൾ തുറക്കണം, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ സമരമുഖത്തേക്ക് ഇറങ്ങണം, അവിടെ പ്രശ്നം ഉണ്ടാക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? 90,000-ഓളം പേര് അവിടെ ജീവന് വേണ്ടി പ്രാണന് വേണ്ടി വളരെയധികം കഷ്ടപ്പാടും ദുരിതവും ഭക്ഷണം ഇല്ലാത്ത സാഹചര്യമുള്ള സമയത്ത് അവിടെ പോയിട്ട് BJPക്കാർ പ്രക്ഷോഭം നടത്തണം എന്നാണ് ഈ ജിനാസ് നിങ്ങൾ പറയുന്നത്? അവിടുത്തെ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികളാണ് നൽകേണ്ടത്. അതല്ലേ ഉത്തരവാദിത്തമുള്ള സംഘടന എന്നാൽ BJP ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ ശബരിമലയിൽ പ്രക്ഷോഭം നടത്തണമെന്ന് പറയുന്നത്. ശബരിമല പ്രക്ഷോഭവും അതിന്റെ ഘടനയും അതിന്റെ സ്വഭാവവും നമുക്കറിയാം. സ്വാഭാവികമായിട്ട് ഇവിടെ ഇടതുപക്ഷ സർക്കാരിനെതിരെ കൃത്യമായിട്ട് പോരാട്ടം നാടിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം യുവമോർച്ചയും ABVPയും BJPയുമാണ്. നിങ്ങൾ പത്രമാധ്യമങ്ങളൊക്കെ ചിലപ്പോൾ അതിനെ കണ്ണടച്ചിരിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 6 മാസം കൊണ്ട് യുവമോർച്ച തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നടത്തിയത് 17 മാർച്ചുകളാണ്. എന്റെ യൂത്ത് കോൺഗ്രസ്സുകാരാ, നീ എത്ര സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിട്ടുണ്ട്? നിങ്ങൾ ഒന്ന് പറയും.
കേരളത്തിന്റെ മുഴുവൻ കളക്ടറേറ്റിലേക്കും കഴിഞ്ഞ 2 മാസം കൊണ്ട് 4 സമരങ്ങൾ നടത്തിയ പ്രസ്ഥാനമാണ് യുവമോർച്ചയും BJP-യും. നിങ്ങൾ പറയും നിങ്ങൾ എത്ര സമരം നടത്തി? ഞാൻ സമരത്തിന്റെ കണക്കൊന്നല്ല പറയുന്നത്. സമരത്തിന്റെ കണക്കോട് ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോകുക. സ്വാഭാവികമായിട്ട് ഇപ്പൊ യൂത്ത് കോൺഗ്രസ്സുകാരന്റെ ഒക്കെ ഈ സംസാരവും പ്രസ്താവനയൊക്കെ കേട്ട് സതീശൻ കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയെങ്കിൽ EP ജയരാജൻ പറഞ്ഞത് എങ്ങനെയാണ്? ഈ ക്രമസമാധാന നില ഭദ്രമാക്കണമെന്ന് കൂടുതൽ ആഗ്രഹിക്കേണ്ടത് ആരാണ്? ഭരണത്തിലിരിക്കുന്നവരാണല്ലോ. അങ്ങനെ ഇരിക്കുന്ന ഭരണത്തിലിരിക്കുന്ന സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന LDF ആണ്. LDF ആണ് പറയുന്നത്, LDFിന്റെ കൺവീനറാണ് പറയുന്നത് തിരിച്ചടിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ക്രമസമാധാന നില എവിടെ ചെന്നെത്തും? മഞ്ജുഷ് എന്നോടാണോ? അതെ മഞ്ജുഷേ, സഖാവ് EP LDFിന്റെ കൺവീനർ മാത്രമല്ല, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ്. സഖാവ് EP-യെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെയും ഞങ്ങളുടെയും ഒക്കെ രാഷ്ട്രീയ മുഖ്യധാരകൾ നേരത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ജിൻഷാദ് നൽകിയ പുതിയ വ്യാഖ്യാനമുണ്ടല്ലോ, അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർദാർ വല്ലഭായ് പട്ടേലും അതുപോലെ സുഭാഷ് ചന്ദ്രബോസും ഒക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നേതൃത്വം, അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളുടെ 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ ഒന്ന് വായിക്കണം മിനിമം. എന്റെ സത്യാന്വേഷണ പരീക്ഷണം എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ ആ 9 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളൊന്ന് വായിച്ചാൽ അത് VD സതീശന് കൂടി ചെവിയിൽ ഓതി കൊടുക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ ഇപ്പോ ആഹ്വാനം ചെയ്യുന്നത് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കാസർഗോഡ് നിന്ന് തുടങ്ങിയപ്പോ മുതലേ, നവകേരള സദസ് തുടങ്ങിയപ്പോ മുതലേ ഞങ്ങൾ അത് മനസ്സിലാക്കിയതാ. കേരളത്തിലെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും വർദ്ധിച്ചു വരുന്ന ജനപങ്കാളിത്തം കണ്ട് ഭ്രാന്തിളകിയ അവസ്ഥയിലാണ് VD സതീശൻ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിലപാടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഈ പറയുന്നത്? ഈ ജനപങ്കാളിത്തം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നിപ്പോ വളരെ ക്ലിയർ ആയിട്ടില്ലേ? താങ്കൾ വാട്സപ്പിൽ നടക്കുന്ന മറ്റേ വോയിസ് മെസ്സേജ് ഒന്നും കേൾക്കുന്നില്ലേ? എന്താ കുടുംബശ്രീകളിൽ നിന്ന് കൃത്യമായിട്ടുള്ള ആൾക്കാർ പങ്കെടുക്കണം, തൊഴിലുറപ്പ് തൊഴിലാളികൾ പങ്കെടുക്കണം. അങ്ങനെ കഴുത്തിൽ കത്തി വെച്ചിട്ട് ഇത്തരം പരിപാടികൾക്ക് പങ്കെടുപ്പിക്കുന്നത് എന്തൊരു, എന്നിട്ട് ആ ആൾക്കൂട്ടം കണ്ടിട്ട് നിങ്ങൾ പറയണോ അത് ശരിയാണോ? പ്രിയപ്പെട്ട ഹരിദാസ്, ഞാൻ സത്യസന്ധമായ ഒരു വിവരം പറയാം. ഞാൻ 5ഓ 6ഓ ജനസദസ് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ സന്ദർശിക്കുകയും നേരിട്ട് അനുഭവിക്കുകയും അവിടുത്തെ പാർട്ടി പ്രവർത്തകരിൽ നിന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യം പറയാം. സാധാരണഗതിയിൽ CPM-ഓ ഇടതുപക്ഷമോ ആഹ്വാനം ചെയ്യുമ്പോൾ വന്നുകൂടുന്ന ജനങ്ങൾ എന്ന് പറയുന്നത് CPM അനുഭാവികളോ അല്ലെങ്കിൽ CPM-ന്റെ പ്രവർത്തകരോ ഇടതുപക്ഷ അനുഭാവികളോ ആണ്. എന്നാൽ ഇവിടെ 70% വന്നിട്ടുള്ളത് ഞങ്ങൾക്കാർക്കും ഒരു പരിചയവുമില്ലാത്ത ജനങ്ങളാണ്. അതൊരു വസ്തുതയാണ്. നമുക്കൊരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് കേരളത്തിലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. 70% പാർട്ടിയുടെ പ്രവർത്തകരോ നിങ്ങൾ ഈ പറയുന്ന നിർബന്ധിച്ചെത്തിയ കുടുംബശ്രീ പ്രവർത്തകരോ അല്ല. 70% പുതുമുകൾ, ഒരു പരിചയവും ഞങ്ങൾക്കാർക്കും ഇല്ലാത്ത, പാർട്ടിയുടെ സജീവ പ്രവർത്തകരായി നിൽക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർക്കാർക്കും പരിചയമില്ലാത്ത 70%-ഓളം ആളുകളാണ് അവിടെ വന്നുകൂടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോ കോൺഗ്രസ് ആഗ്രഹിക്കുന്നതും BJP ഒക്കെ കഴിഞ്ഞ കുറെ നാളുകളായി സമരത്തിന്റെ ക്വാണ്ടിറ്റിയിലാണോ ക്വാളിറ്റിയിലാണോ ഒരു ജനാധിപത്യ സമരം എങ്ങനെ നടത്തണം എന്നുള്ളതിൽ അവർ തമ്മിൽ തർക്കമുണ്ട്. അവർ തമ്മിൽ ആശയ ഐക്യങ്ങളുണ്ട്. അവരുടെ ആശയ ഐക്യം എന്ന് പറയുന്നത്, നേരത്തെ സുധാകരൻ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, സുധാകരന്റെ വാക്കുകളിൽ നിന്ന് കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നതിൽ ഞങ്ങൾക്ക് 2ഓ 3ഓ സീറ്റ് തന്നാൽ ഞങ്ങൾ അത് വാങ്ങി മിണ്ടാതിരിക്കുകയും RSSകാരെ കുത്തി നിറച്ചാൽ ഞങ്ങൾക്ക് യാതൊരു തരത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലെന്ന് പറയുന്ന KPCC-യുടെ പ്രസിഡന്റ്. ഞാനൊരു പ്രഖ്യാപനം കൂടി നടത്താം. വരുന്ന തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജിൻഷാദിന്റെ പാർട്ടിയിലെ മുതിർന്ന പല നേതാക്കന്മാരും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ RSSന്റെ പാന്റ് ഇട്ട് ശാഖയിലേക്ക് പോകുന്ന കാഴ്ച കാണേണ്ടി വരും. നിങ്ങളെ പോലെ കാണുന്നത് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് കൂടുതലും CPM-ലേക്ക് വരുന്നതായിട്ടാണ്. ഇങ്ങനെ BJP-യിലേക്ക് പോകുന്നതായിട്ട് കാണുന്നില്ല പലയിടങ്ങളിലും. പക്ഷെ അടുത്ത നിയമസഭാ അതാണ് കൂടുതൽ ആൾക്കാർ CPM-ലേക്ക് വരും. താങ്കളുടെ ആ കാഴ്ചപ്പാട് ശരിയല്ല. കൂടുതൽ ആൾക്കാർ ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ നിങ്ങൾ തിരുവിതാംകൂർ ബോർഡ് ചെയർമാനാക്കിയിരിക്കുന്ന വ്യക്തിയെ കണ്ടില്ലേ? അപ്പൊ നിങ്ങളുടെ ഭാഗത്താണ്. അവിടെ വന്നാൽ അവിടെ BJP-യിലേക്ക് പോയിട്ട് എന്ത് കിട്ടാനാ കേരളത്തില്? നിങ്ങളുടെ ഭാഗത്തേക്ക് വരും. അതൊക്കെ താങ്കൾ പറയുന്നത് വളരെ ശരിയാ. പക്ഷെ പോണത് സ്ഥലം പറഞ്ഞത് ശരിയായില്ല.
എന്തായാലും കോൺഗ്രസ് ഇന്നൊരു വലിയ കൊടിഞ്ഞുപോക്കുണ്ടാവാൻ പോവുക. ഇവർ ഈ സമരം നടത്തി കൊല്ലത്ത് നടന്ന സമരത്തെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന, ഞാൻ എന്റെ സ്ഥലം സ്വദേശം കൊല്ലായതുകൊണ്ടാ. കൊല്ലത്ത് നിങ്ങൾ കരുതുന്ന പോലെ അങ്ങനെ ഒരു വലിയ പ്രതിരോധമൊന്നും ഇല്ലായിരുന്നു. പെപ്പർ സ്പ്രേയും വടികളുമായി വന്ന് ഈ വാഹന വ്യൂഹം പോയി കഴിഞ്ഞ് ഏറ്റവും ഒടുവിലായി വന്ന ആംബുലൻസിന് നേരെ കരിങ്കൊടി കാണിച്ച ആളുകളാണ് ഈ മഹാന്മാര്. ആ മഹാന്മാരിൽ അന്ന് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ, നിങ്ങൾ കണ്ട വീഡിയോ മാത്രമല്ല വേറെയും കുറെ വീഡിയോകളുണ്ട്. ആ വീഡിയോകളിൽ തല്ലുവാങ്ങി കൂട്ടുന്നത് കണ്ടു ഞാൻ. ആ വീഡിയോ പലതും ഞാൻ കണ്ടതാ. ചില മഹാന്മാർ തല്ലുവാങ്ങി കൂട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ ഈ പറഞ്ഞ നിങ്ങൾ നേരത്തെ ജിൻഷാദ് പറഞ്ഞല്ലോ ഏതൊക്കെ ഗുണ്ടാ ലിസ്റ്റിലെന്ന്, അതിൽ അവിടെ കൂടിയ ആളുകളുടെ കേസുകളുടെ എണ്ണം എത്രയാണെന്നറിയാവോ? രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരാകുമ്പോൾ കേസുകളിൽ പ്രതിയാവും. അതൊരു തെറ്റാണെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോ അത് നോക്കിയല്ല ആരെങ്കിലും ഗുണ്ടയാണോ അല്ലെങ്കിൽ കേടിയാണോ റൗഡിയാണോ എന്ന് നിശ്ചയിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് പൊതുപ്രവർത്തകർക്കും യുവജന സംഘടന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലയളവിൽ കേസുകൾ ഉണ്ടാവും. സമരത്തിൽ പങ്കെടുത്തതിന്റെ ഭാഗമായിട്ടാണ് കേസുകൾ ഉണ്ടാവുന്നത്. അപ്പോ അതിനെയൊക്കെ ഗുണ്ടായിസം ഒന്നും റൗഡിസം ഒന്നും കാണരുത്. അങ്ങനെ കാണുന്ന നിലപാടും ശരിയല്ല. ആ റൗഡിസത്തിന്റെയും കേഡിസത്തിന്റെയും ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ അരങ്ങേറിയത്. ഞങ്ങൾ പ്രതിരോധിക്കാൻ തീരുമാനിച്ചാൽ ഞങ്ങളുടെ മുതുക് കാണിച്ചു തരില്ല എന്ന് ഇപിയുടെ ആഹ്വാനം എന്ന് പറയുന്നത് ഞങ്ങളെ തല്ലിയാൽ തിരിച്ചു കിട്ടും എന്ന് കരുതി വേണം തല്ലാൻ വരാൻ. ഇന്ന് എവിടെയായിരുന്നു യൂത്ത് കോൺഗ്രസ്? ഇന്ന് കൊല്ലത്തുണ്ടായിരുന്നല്ലോ. കൊല്ലത്തിന്ന് നവകേരള സദസ് ഉണ്ടായിരുന്നല്ലോ. യൂത്ത് കോൺഗ്രസ് എവിടെയെങ്കിലും കരിങ്കൊടി കാണിച്ചോ? കാണിക്കില്ല. കാര്യം കരിങ്കൊടി കാണിക്കാൻ വരുന്നവരെയും സമരം ചെയ്യാൻ വരുന്നവരെയും എങ്ങനെ കൈകാര്യം ചെയ്യണം നമുക്കറിയായിരുന്നു. അസ്കറിന്റെ ജനാധിപത്യം പുറത്തു വന്നു. കൊല്ലത്ത് യഥാർത്ഥ അസ്കറിന്റെ ഉള്ളിലെ ആട്ടുംതോലണിഞ്ഞ ചെന്നായ പുറത്തു വന്നു. ഇന്നെന്താ സമരം ചെയ്യാത്തെ? ഇന്ന് നിങ്ങൾ കരിങ്കൊടി കാണില്ലേ സുഹൃത്തെ? ഇന്ന് കണ്ടില്ലേ തിരുവനന്തപുരം ജില്ലയിലേക്ക് സദസ്സ് വന്നപ്പോ ഇന്ന് ഞങ്ങൾ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്രയും മനോഹരമായ ഒരു സമരം ചെയ്തിട്ട് അസ്കർ പറയാ നിങ്ങൾ പിന്നെ അസ്കർ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ പറയാം. ഒരുപാട് പൊതുമുതൽ നശിപ്പിച്ച ഒരു കഥ അസ്കർ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഞാൻ അസ്കറിനോട് വിനീതമായിട്ടൊരു കാര്യം പറയാം. 2023 ഡിസംബർ 3-ാം തീയതി ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു വിധി വന്നിട്ടുണ്ട്. അതായത് രാജ്യസഭാ MP ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ടുള്ള A റഹീമും CPMന്റെ മുൻ MLAയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള M സ്വരാജും പൊതുമുതൽ നശിപ്പിച്ചതിൻ്റെ പേരിൽ 1 വർഷം തടവും 7,700 രൂപ പിഴയും അടക്കണമെന്ന് കോടതി ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അത് താങ്കളൊന്ന് അറിയിക്കുകയാണ്. താങ്കളുടെയൊക്കെ പാർട്ടിയിലെ ഒരു കാലത്ത് യുവജന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത മുന്തിയ നേതാക്കന്മാർ പോലും ബസ് കത്തിച്ചവരും അതുപോലെ ജീപ്പ് കത്തിച്ചവരും പൊതുമുതൽ നശിപ്പിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ 80-90% ഇടതുപക്ഷത്തിന്റെ അക്കൗണ്ടിൽ തന്നെ ആയിരിക്കുമെന്ന് പ്രിന്റു പറഞ്ഞു നിർത്താം. എന്താണ്? അതെ, ഈ കേരളത്തിന്റെ യഥാർത്ഥ പ്രശ്നം ക്യാമ്പസ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് കടക്കാത്ത ഒരു മുഖ്യമന്ത്രിയും അതേ രീതിയിൽ തന്നെ പ്രതികരിക്കുന്ന VD സതീശനും അതുപോലെ പ്രതികരിക്കുന്ന സുധാകരനുമാണ്. നമ്മൾ നോക്കണം, പ്രബുദ്ധരായിട്ടുള്ള ഈ കേരളത്തിലെ ജനങ്ങളുടെ നേരെ നോക്കിക്കൊണ്ട് ഈ കോളേജ് കാലഘട്ടത്തിലൊക്കെയാണ് നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളത്. ഈ പരസ്പരം വെല്ലുവിളിക്കുക, ഞങ്ങൾ അങ്ങനെ കാണിച്ചു തരും, ഇങ്ങനെ കാണിച്ചു തരും. 4 കോടി ജനങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകേണ്ട ഊർജം ഇങ്ങനെ പരസ്പരം തെരുവിൽ കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു പറ്റം ഈ വേട്ടപ്പട്ടികളെ പോലെ പരസ്പരം തമ്മിലടിച്ചുകൊണ്ട് ഈ കേരള ജനതയുടെ മുഖത്തു നോക്കി ഇവർ കാർക്കിച്ച് തുപ്പുകയാണ് ഈ ഇടതുപക്ഷവും വലതുപക്ഷവും. ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങളെ തച്ചു കളയാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നേരെ കേരളത്തിന്റെ പിണറായി ഞങ്ങൾ ഇരട്ടച്ചങ്കന് നേരെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആരെങ്കിലും ഒരു കരിങ്കുടി ഉയർത്തി കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഈ കോൺഗ്രസ്സുകാരുടെ സമരത്തെ സത്യത്തിൽ ഇങ്ങനെ വലിയ രീതിയിലേക്ക് ആക്കിയത് സത്യത്തിൽ ഈ ഡിവൈഎഫ്ഐക്കാരനാണ്. 7 പേരാണ് ഈ ആലപ്പുഴ ജില്ല വരെ സമരത്തിലുണ്ടായിരുന്നത്. ഈ 7 പേരെ സത്യത്തിൽ കേരള പോലീസ് ഒന്ന് ആഞ്ഞു തുപ്പിക്കഴിഞ്ഞാൽ ഈ 7 പേരും പറക്കും. അവരെ ഇങ്ങനെ വെറുതെ ആളുകളാക്കിയത് ഈ പറയുന്ന കേരള പോലീസാണ്. പിന്നീട് ഇവർക്ക് കൊല്ലത്തെത്തിയപ്പോഴാണ് ഇവരുടെ മനസ്സിൽ വീണ്ടും ഒരു തിരിച്ചടി. അപ്പോഴാണ് SFIയുടെ ഈ ഡ്രാമാറ്റിക് ആയിട്ടുള്ള സമരം വരുന്നത്, ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഗവർണർക്കെതിരെ സമരം. ആ സമരം നമ്മൾ കണ്ടു. അപ്പോഴും പോലീസിന്റെ നിലപാട് നമ്മൾ കണ്ടു. എന്താ പോലീസിന്റെ നിലപാട്? പണ്ട് ഈ നമ്മുടെ കത്തി താഴെ മോനെ എന്ന് തിലകൻ പറയുന്നത് പോലെ ആർഷയോട് ആര് പറയുന്നത്? DVSP പറയുന്നത് കത്തി താഴെ മോനെ. നോക്കൂ എന്തൊരു സ്നേഹം കേരള പോലീസിന്. അതേസമയത്ത് പാവപ്പെട്ട 2 കാലില്ലാത്ത വികലാംഗരോട് കാണിക്കുന്ന നിലപാട് നിങ്ങൾ നോക്കണം.
അപ്പൊ സ്വാഭാവികമായിട്ട് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ഇടതുപക്ഷവും വലതുപക്ഷവും വി ഡി സതീശനും പിണറായി വിജയനും എന്ത് സന്ദേശമാണ് നൽകുന്നത്? ശരി ഞാൻ നടപടിയാണ്, സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ്. നന്ദി ശ്രീ പ്രിന്റു മഹാദേവ്, ശ്രീ ജിൻഷാദ്, ശ്രീ ബി എൻ ഹസ്കർ, ശ്രീ എം കെ ഹരിദാസ് പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: എണ്ണി തിരിച്ചടിക്കുമെന്ന് സതീശൻ പറഞ്ഞത് കലാപാഹ്വാനമോ? കലാപാഹ്വാനം അല്ല എന്ന് 26%, ആണെന്ന് 70%, നിഷ്പക്ഷം 4%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.